കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജ് ഇങ്ങനെ പറഞ്ഞു പോയ കൂട്ടത്തിൽ ഞാൻ പറയായിരുന്നു, അതായത് ചില ആളുകളൊക്കെ നമ്മളോട് പറയുമല്ലോ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്, അവരുടെ കാര്യം ഇവരുടെ കാര്യം, അത് കണ്ടു ഇത് കണ്ടു ആ വീഡിയോ കണ്ടു അവരങ്ങനെ പ്രസംഗിച്ചു എന്നൊക്കെ നിങ്ങൾ എന്തിനാണ് പറയുന്നതെന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. പിന്നെ നമ്മുടെ സഹോദരി വർഗം, അതായത് സഹോദരിമാരുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ എല്ലാവരും പറയും കേട്ടോ, അവർ കൂടുതൽ പറയാറുള്ളൊരു കാര്യമാണ് വിധിക്കരുത് കേട്ടോ എന്നൊക്കെ പറയും. അപ്പം അതിന് ഞാൻ ഒരു മറുപടി പറഞ്ഞു, നിങ്ങളിത് ആരോടായി പറയുന്നത്? ഇപ്പം എന്നോടാണെങ്കിൽ ഞാനൊരു ദൈവദാസനാണ്. അപ്പം ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ച് ആ ശുശ്രൂഷകൻ എപ്പോഴും ഈ മയിൽപ്പീലി കൊണ്ട് ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുന്ന ആളല്ല. ഒരു ശുശ്രൂഷകൻ, ഒരു ഇടയൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ കയ്യിൽ വടിയും കോലും ഉണ്ടാകും. നമ്മൾ കണ്ടിട്ടുള്ളത് ഈ സോപ്പിടുന്നതും നമ്മളെ സൂചിപ്പിക്കുന്നതുമായ പാസ്റ്റേഴ്സിനെയാണ് ബഹുഭൂരിപക്ഷം പേരും കണ്ടിട്ടുള്ളത്. ആ കൂട്ടത്തിൽ എന്നെ പെടുത്തുക പോലും വേണ്ട. അപ്പോൾ ഒരു ശുശ്രൂഷകൻ പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ സത്യം സത്യമായിട്ട് പങ്കുവെക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ ശരിയാവണ്ണം ഡിവൈഡ് ചെയ്യണം, റൈറ്റ്ലി ഡിവൈഡ് ചെയ്യണമെന്ന് പൗലോസ് തിമോഥെയോസിനോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ടതുണ്ട്. ശുദ്ധവും അശുദ്ധവും വേർതിരിക്കേണ്ടതുണ്ട്. ഇങ്ങനെ പലവിധമായ കാര്യങ്ങളാൽ നമ്മളിങ്ങനെ പറഞ്ഞു വരികയായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും അറിയാത്ത ആളുകൾ എന്താണ് സംഭവിക്കുന്നത്, ആത്മലോകത്ത് എന്താണ് സംഭവിക്കുന്നത്, സ്പിരിറ്റ് വേൾഡ് എന്ന് പറയുന്നൊരു വേൾഡ് തന്നെയുണ്ടല്ലോ. അപ്പോൾ സാത്താനെക്കുറിച്ച് പറയുന്നവൻ തന്ത്രശാലിയാണ്, അവൻ ഉപായിയാണ്, തെറ്റിച്ച് കളയുന്നവനാണ്. പിന്നെ ബാക്കിയൊക്കെ നിങ്ങളങ്ങ് പൂരിപ്പിച്ചോ പുള്ളി ആരാന്നുള്ളത്. അപ്പോൾ അത്ര വാസ്റ്റ് എക്സ്പീരിയൻസിലാണ് സാത്താൻ നിൽക്കുന്നത്. സാത്താനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളനുസരിച്ച് അദ്ദേഹത്തിന് കിട്ടിയ ആ നിയോഗപ്രകാരം പുള്ളി പരീക്ഷിച്ച് തുടങ്ങിയത് ദൂതഗണങ്ങളെയാണ്. ദൂതഗണങ്ങളെ 3-1 ദൂതഗണങ്ങൾ ആ പരിശോധനയിൽ വീണുപോയി. ലൂസിഫറും സംഘവും പ്രധാന ദൂതന്മാരിൽ പെട്ട ആർക്കേഞ്ചലാണ് ലൂസിഫർ. ആ ലൂസിഫർ സംഘവും വീണുപോയി. അവരെയാണ് നമ്മൾ ദുഷ്ടാത്മാക്കൾ എന്ന് വിളിക്കുന്നത്. ദുഷ്ടാത്മാക്കൾ, ഭൂതങ്ങളല്ല, ഭൂതങ്ങൾ വേറെ സബ്ജക്റ്റ്, ദുഷ്ടാത്മാക്കൾ എന്ന് വിളിക്കുന്നത്. പിന്നത്തേത് നമ്മൾ കാണുന്ന അടുത്ത ഒരു ടെസ്റ്റ്, ഒരു പരിശോധന, അല്ലെങ്കിൽ പുള്ളി കൈക്കലാക്കിയ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാവരും ചിന്തിക്കും നമ്മുടെ വത്സല്യ മാതാവ് ഹൗവയുടെ കാര്യമാണെന്ന്. അതല്ല, ഹൗവയ്ക്ക് മുമ്പ് പുള്ളി ഒരാളെ കൈക്കലാക്കി, പാട്ടിലാക്കി. അതാണ് പാമ്പ്. പാമ്പിനെയാണ് പുള്ളി പാട്ടിലാക്കിയത്. പാമ്പിന് ശേഷമുള്ള സബ്ജക്റ്റിലാണ് നമ്മുടെ പൂർവ്വപിതാക്കൾ കുഴിയിലകപ്പെട്ടു പോയത്. അപ്പോൾ സൈറ്റാനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ പുള്ളി എത്രയോ നൂറ്റാണ്ടുകളായിട്ടുള്ള എക്സ്പീരിയൻസിലാണ് പോകുന്നത്. അതായത് ചരിത്രാതീത കാലം മുതൽ പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഏദൻ തോട്ടം മുതൽ നമ്മൾ പറഞ്ഞു വരികയാണെങ്കിൽ ഏദൻ തോട്ടത്തിന് പുറകിൽ, ഏദൻ തോട്ടമല്ല, ഏദൻ തോട്ടത്തിന് പുറകിലാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പം ഈ കാണുന്ന ഭൂമിയുടെ ഒരു പഴയ അവസ്ഥയുണ്ട്, പഴയ അവസ്ഥ. അതായത് ഉൽപ്പത്തി ദിവസം 1-ാം അധ്യായത്തിൽ കാണുന്ന ദൈവം സൃഷ്ടിച്ച ഭൂമി, പിന്നത്തേതിൽ പാഴ് ശൂന്യമായി പോയി എന്ന് കാണുന്ന ഈ സെയിം ഭൂമി, ഇത് റിനോവേറ്റ് ചെയ്തെടുത്ത കാര്യമാണ് 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അതിന് മുൻപുള്ള കാലത്ത് ദൂതന്മാരുമായി കണക്ട് ചെയ്ത് പറയേണ്ട കാര്യങ്ങളുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, പെട്ടെന്ന് അങ്ങ് പറയുകയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കൂട്ടി വായിച്ചോണം. അപ്പോൾ അങ്ങനെ ആ സാത്താൻ അറിയാം ആരെയൊക്കെയാണ് കയ്യിലെടുക്കേണ്ടത്, ആരെയാണ് പോക്കറ്റിലിടുന്നത്, നമ്മെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നൊക്കെ പുള്ളിക്കറിയാം. അപ്പോൾ വെളിയിൽ നിന്നൊരാൾ വന്ന് പല കാര്യങ്ങളും പറഞ്ഞാൽ നമ്മൾ മുഖവിലയ്ക്ക് എടുക്കില്ല. നമ്മുടെ സമൂഹത്തിൽ തന്നെ നല്ല പോപ്പുലാരിറ്റി ഒക്കെയുള്ള നല്ല മിടുക്കന്മാരായ ആളുകളെ തന്നെ പുള്ളി പാട്ടിലാക്കും. എന്നിട്ട് അവരെ കൊണ്ട് പല കാര്യങ്ങളും കൈകാര്യം ചെയ്യിക്കും. നമ്മളറിയില്ല, നമ്മൾ വിചാരിക്കും എല്ലാം ആത്മീയമാണ്. അതായത് വിശുദ്ധ തിരുവഴുത്തിന് വിരുദ്ധമായി പരിശുദ്ധാത്മാവ് ചലിക്കില്ലെന്നുള്ളത് നമ്മുടെ വലിയ പാസ്റ്റേഴ്സിന് പോലും മനസ്സിലാകുന്നില്ലെന്നുള്ളതാണ്. എഴുതപ്പെട്ട വചനത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ, അതിൻ്റെ സൂചന ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിൽ പറഞ്ഞിരുന്നു. അത് 2 ഗ്രൂപ്പിനെ ഞാൻ പരിചയപ്പെടുത്തി. ഒന്ന്, എപ്പിസ്കോപ്പൽ സമൂഹം, അവർ വചനത്തേക്കാൾ അധികം പാരമ്പര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. ദെൻ ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പ്, അവർ വചനത്തേക്കാൾ അധികം അത്ഭുതങ്ങളും അടയാളങ്ങളും, അവർക്ക് ആത്മാവിൻ്റെ പരിപാടികൾ, ആത്മാവിൻ്റെ പ്രവൃത്തികൾ കൂടുതലാണ്. ഇപ്പം നമ്മൾ പറയുകയാണ് ഇത് വചനമായിട്ട് ഒത്തുപോകുന്നില്ലോ എന്ന് പറയുമ്പോൾ ചോദ്യം ചെയ്യാൻ പാടില്ലെന്ന് പറയും, മിണ്ടിപ്പോകരുതെന്ന് പറയും. എല്ലാം ആത്മാവ് പറഞ്ഞു, ആത്മാവ് അങ്ങനെ ചെയ്തു, ആത്മാവ് ഇങ്ങനെ ചെയ്തെന്ന് പറയും. മറ്റൊരു പാരമ്പര്യം പറയും.
അപ്പം ഇങ്ങനെയൊരു വല്ലാത്ത ലോകത്താണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, വാത്സല്യ സഹോദരിമാരെ, സഹോദരന്മാരെ, വിമർശിക്കരുത്, അല്ലെങ്കിൽ കുറ്റം പറയരുത്, കുറവ് പറയരുത്, അങ്ങനെ പറയരുത്, ഇങ്ങനെ പറയരുതെന്നൊക്കെ നിങ്ങൾ പറയണമെങ്കിൽ നിങ്ങൾ വചനത്തിൽ അത്ര തിട്ടമുള്ളവരായിരിക്കണം. നിങ്ങൾ വെളിപ്പാടുള്ളവരും വിവേചന വരമുള്ളവരും ദൈവരാജ്യത്തെക്കുറിച്ചും ദൈവസഭയുടെ കെട്ടുപണിയെക്കുറിച്ചും ആധികാരികമായി പറയാൻ പ്രാപ്തിയുള്ളവരായിരിക്കണം. അങ്ങനെയെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കാം, ശ്രദ്ധിക്കാം, നിശ്ചയമായി ശ്രദ്ധിക്കാം. അല്ലാതെ നിങ്ങൾക്ക് ഈ വക കാര്യത്തെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ലാതെ ഓടിക്കതച്ച് വന്നിട്ട് പറയുകയാണോ അയ്യോ മിണ്ടിപ്പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ശുശ്രൂഷകന്റെ വായടപ്പിക്കാനുള്ളൊരു ശ്രമമാണ്. അത് നിങ്ങളെക്കൊണ്ട് പറയിപ്പിക്കുന്ന ആരാന്ന് പോലും നിങ്ങൾക്ക് അറിയില്ല, പറയിപ്പിക്കുന്ന മറ്റേ പുള്ളിയാണ്. നമ്മളത് ആത്മാവിൽ വിവേചിച്ചിട്ടാണ് ചില കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മളിങ്ങനെ പറഞ്ഞു പോയ കൂട്ടത്തിൽ ഒടുക്കം ഈ ക്രിസ്തീയ ജീവിതത്തിലെ കഷ്ടങ്ങൾ, യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം, പാപത്തിനും ശാപത്തിനും പൂർണ്ണ പരിഹാരമായിട്ടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചെറുതായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് നമ്മൾ പറയായിരുന്നു. ഇത് പറയുന്ന ഈ പ്രധാനപ്പെട്ട ഉപദേശി ബാംഗ്ലൂരിലുള്ളതാണല്ലോ. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അവരുടെ ആ വലിയ സമൂഹം, അസംബ്ലീസ് ഓഫ് ഗോഡ് സമൂഹം, അതിൻ്റെ ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ സെമിനാരി ഉള്ളത് ഇവിടെയാണ്, സദേൺ ഏഷ്യ ബൈബിൾ കോളേജ്. അതിൻ്റെ പ്രിൻസിപ്പളായിട്ടിരിക്കുന്നൊരു സീനിയറായിട്ടുള്ള ഒരു മലയാളി ഒരു ടീച്ചറാണ് ഡോക്ടർ ജേക്കബ് ചെറിയാൻ. അവരെയൊക്കെ എത്ര ആദരവോടെ ജനം കാണുന്നതെന്നറിയാവോ. അതുപോലെ വളരെ പ്രസിദ്ധരായ പല ദൈവദാസന്മാരും അവരുടെ പ്രസിദ്ധരായവരുടെ മക്കളും ഒക്കെ അവിടെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവരെല്ലാം ഈ പറഞ്ഞ അതിൻ്റെ ഒരു ചുറ്റുവട്ടത്തിൽ ഒരു 5-6 കിലോമീറ്റർ ചുറ്റുവട്ടത്തിലെല്ലാം പറന്ന് കിടക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു വ്യക്തി കഷ്ടങ്ങളെ ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അത് ശാപത്തിൻ്റെ ലക്ഷണങ്ങളാണെന്ന് പഠിപ്പിക്കുന്ന ആ കാര്യത്തെക്കുറിച്ച് 2 വാക്ക് പറയാൻ ഈ പട്ടണത്തിലെ ഒരു കേമനും രംഗത്ത് വരുന്നില്ല. മലയാളക്കരയിൽ നിന്ന് എത്ര പേര് രംഗത്ത് വരുന്നുണ്ട്? അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എനിക്കൊരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് അയച്ച കൂട്ടത്തിൽ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ആ സഹോദരനോട് പറയായിരുന്നു, പുള്ളിക്ക് വളരെ അടുപ്പമുള്ള വളരെ അച്ചടക്കമുള്ള ദൈവവചന സത്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ദൈവദാസന്മാർ, അത്തരം ദൈവദാസന്മാർ അവരാരും എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ടോപ്പിക്കുകളെ കുറിച്ചൊന്നും ഒരു അക്ഷരം പറയാറില്ലെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ആ സഹോദരൻ എന്നോട് പറയായിരുന്നു, പാസ്റ്റർ പറഞ്ഞ ന്യായമായ കാര്യമാണ്. ഇപ്പം ഞാനിതിങ്ങനെയുള്ളൊരു കാര്യം പറയുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്തുകളുണ്ട്, അതിൻ്റെ കീറാമുട്ടികളുണ്ട്, ക്രിസ്തു നിമിത്തമുള്ള ഉപദേശത്തിന് വേണ്ടി നിന്നതിൻ്റെ പേരിലുള്ള പരിഹാസങ്ങളൊക്കെ എനിക്കത് സന്തോഷമാണ്. പക്ഷെ ഇവരൊന്നും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ട്രാക്കിലേക്ക് വരാത്തതെന്ന് ഞാൻ ഒരു മുതിർന്ന അച്ചായനോട് ചോദിച്ചു. നമ്മുടെ ജ്യോതിയൊക്കെ കഴിഞ്ഞ ദിവസം അങ്ങനെ പ്രസംഗിക്കുന്ന ഉപദേശിമാരുടെയൊക്കെ, ജ്യോതി ഇവിടെ ഇരിപ്പുണ്ടെന്ന് ഞാൻ കണ്ടായിരുന്നു, അവരുടെയൊക്കെ വീഡിയോസൊക്കെ സ്റ്റാറ്റസിലൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഉപദേശിമാരുടെ മക്കൾ, പ്രസിദ്ധരായവരുടെയൊക്കെ, ഇവരൊക്കെ എന്താ വായി തുറന്ന് ഒരക്ഷരം പറയാത്തത്? വായി തുറന്ന് പറഞ്ഞാലല്ലേ മറ്റു മനുഷ്യർക്ക് മനസ്സിലാകുകയുള്ളൂ. ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടങ്ങളുണ്ടെന്ന് അവരൊക്കെ പഠിപ്പിക്കും. ഞാൻ പറയുന്ന ഈ ദൈവദാസന്മാരൊക്കെ ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടങ്ങളുണ്ടെന്ന് പഠിപ്പിക്കുന്നവരാ. പക്ഷേ നമ്മുടെ സമൂഹത്തിൻ്റെ നടുവിൽ അതിന് വിരുദ്ധമായ ടീച്ചിങ്സ് ഇങ്ങനെ ഉണ്ടെന്ന് ഇവരെന്തുകൊണ്ട് പറയുന്നില്ല? ഞാൻ പറയുന്നത് മനസ്സിലായോ സഹോദരങ്ങൾക്ക്? ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടങ്ങളുണ്ടെന്ന് ഞാൻ കണ്ടുപിടിച്ചതല്ല. യേശുക്രിസ്തു പറഞ്ഞു, അവിടുത്തെ അപ്പസ്തലന്മാർ പറഞ്ഞു, ആദിമസഭ അതിലൂടെ കടന്നുപോയി, പെന്തിക്കോസ്തിൻ്റെ പിതാക്കന്മാർ ആ വഴിയിലൂടെ നടന്നുപോയി. ഇത് പുതിയ കഥയോ നമ്മൾ എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചുകൊണ്ട് വന്ന കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ഈ ശ്രേഷ്ഠരായ ദൈവദാസന്മാർ അവർ രംഗത്തേക്ക് വരണം, വന്നിട്ട് തുറന്നു പറയണം, ഇന്ന ഇടങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നു, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, ആ ഒരു സമൂഹം പറയുന്ന കാര്യങ്ങൾ അതിനകത്ത് ഉപദേശപ്പെശകാണത്, അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല, തെറ്റായ കാര്യമാണ് എന്ന് പറയുമ്പോൾ സാധാരണ വിശ്വാസികൾക്ക് പെട്ടെന്നൊരാശ്വാസമാവും. കേട്ടോ, ഞങ്ങൾ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ദൈവദാസന്മാർ വാ തുറന്ന് കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് കാര്യം പിടികിട്ടി അല്ലെ? ഒരു കാര്യത്തിലൊരു തീർപ്പാകുക എന്ന് പറയും. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ പലർക്കും ഞാൻ പറയുമ്പോൾ അത് തീർപ്പായിരിക്കാം. എന്നെ അറിയാത്ത ഒത്തിരി മനുഷ്യർ ഈ ലോകത്തുണ്ട്. വളരെ കുറച്ച് ആൾക്കാർ എന്നെ അറിയൂ. ഞാൻ അങ്ങനെ ഒരു പോപ്പുലറായ വ്യക്തിയല്ല. അതേസമയം ഞാൻ ഈ പറഞ്ഞ നമ്മുടെ സ്റ്റാറ്റസ് ഇടുന്ന ആ പ്രമുഖരായ ഉപദേശിമാരൊക്കെ ഇപ്പം ഞെട്ടിപ്പോവായിരിക്കും. അതാ പറഞ്ഞ അവരൊന്നും വാ തുറന്ന് വർത്തമാനം പറയുന്നില്ലെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ.
ജനറലായിട്ട് ആർക്കും എന്തും പ്രസംഗിക്കാം. അതല്ല, റിസ്ക് എടുത്ത് പ്രസംഗിക്കണം, റിസ്ക് എടുത്ത് കാര്യങ്ങളെ പറയണം. റിസ്ക് എടുത്ത് പറയുമല്ലോ. നമ്മുടെ പെന്തക്കോസിലെ പാസ്റ്റേഴ്സ് റിസ്ക് എടുത്ത് പറയാറില്ലേ? ഇതൊന്നും പറയാത്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഒരു മുദ്ര കുത്തും, കുറ്റം പറയാണ്, വിമർശിക്കുകയാണെന്ന്. അതേസമയം നമ്മുടെ പെന്തക്കോസ് ലോകത്തെ ആണുങ്ങളും പെണ്ണുങ്ങളും, സഹോദരി സഹോദരന്മാരെന്ന് ഞാൻ പറയുന്നില്ല, ആണുങ്ങളും പെണ്ണുങ്ങളും അങ്ങനെ തന്നെ പറഞ്ഞേക്കാം, ഇച്ചിരി നിലവാരം കുറച്ച് പറയാം. ഈ ഞാൻ തന്നെ, വേറെ ആരെയും കൂട്ടണ്ട, ഞാൻ തന്നെ പ്രസംഗിക്കുകയാണ്. അതായത് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ ഇന്നലെയോ മിനിങ്ങാന്നോ മൂറോൻ കൂദാശ നടത്തി. മൂറോൻ കൂദാശ. അപ്പോൾ സജി പാസ്റ്റർ അതിൻ്റെ ആധികാരികമായൊരു പ്രസംഗത്തിലേക്ക് വരികയാണ്. മൂറോൻ ഒരു ഗ്രീക്ക് വാക്കാണ്, അതിൻ്റെ റൂട്ട് വേർഡ് ഇങ്ങനെയാണ്, അത്താണ് ഇതാണ്. അപ്പോൾ മൂറോൻ ഉണ്ടാക്കേണ്ടത് ഇങ്ങനെയാണ്. എന്നാൽ ന്യൂ ടെസ്റ്റ്മെൻറ്റിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല, ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ പൗരോഹിത്യം ഇങ്ങനെയാണ്, ഇങ്ങനത്തെ നീളക്കുപ്പായത്തിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് സജി പാസ്റ്റർ ശരിക്കും പറഞ്ഞ് ക്രിട്ടിസൈസ് ചെയ്യല്ലേ അത്. ഓർത്തഡോക്സ് സമൂഹത്തെ, യാക്കോബായ സമൂഹത്തെ, എപ്പിസ്കോപ്പൽ സമൂഹത്തെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുക. മുൻപ് ഞാൻ ഒരു മെസ്സേജ് പറഞ്ഞു. അതായത് നമ്മുടെ ഈ എറണാകുളത്തെ ഒരു ബിരുദൻ മോശയുടെ വടിയോ എന്തോ സൂക്ഷിച്ചെന്ന് പറഞ്ഞൊരു കഥയുണ്ടായല്ലോ. അപ്പം മോശയുടെ വടി എന്നുള്ള വിഷയം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ അംശവടി, എന്തായാലും മൂറോനീത്തയെക്കുറിച്ച് നമ്മൾ വിശദമായൊരു 1.5 മണിക്കൂർ പ്രസംഗിച്ച് കളഞ്ഞു. അപ്പോൾ ബൈബിളിൽ പറയുന്ന വടികൾ, മോശയുടെ വടി, അഹറോൻ്റെ വടി, അവരുടെ വടി, ഇവരുടെ വടി, കർത്താവിൻ്റെ ശിഷ്യന്മാർ പോയപ്പോൾ അവർ വടിയുമായിട്ട് പോയ കാര്യങ്ങൾ എന്ന് വേണ്ട ബൈബിളിലെ വടികളെല്ലാം വെച്ചിട്ട് നമ്മൾ പറഞ്ഞപ്പോൾ അത് എപ്പിസ്കോപ്പൽ സമൂഹത്തിനൊരു പ്രഹരമായിരുന്നു. ശരിക്കും അവരെ വിമർശിക്കുകയല്ലേ. പെന്തിക്കോസുകാരെല്ലാം കൈയടിച്ചു. അതെന്താ? വെളിയിലുള്ള ആൾക്കാരെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ സന്തോഷം, കയ്യടി ഭയങ്കര പ്രോത്സാഹനമാണ്. നമ്മുടെ സജി പാസ്റ്റർ കണ്ടോ എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞത്. അതുപോലെ കൃത്യമായിട്ടാണ് പറയുന്നത് ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ് എന്ന് പറയുന്നത് സാത്താന്യമാണെന്ന്. പെന്തിക്കോസിലെ ബഹുഭൂരിപക്ഷത്തെ ഈ സാത്താൻ പോക്കറ്റിലാക്കിയെന്ന്. അങ്ങനെ പറയുമ്പോൾ ഇത് കുറ്റം പറച്ചിലായിട്ട് ക്രിറ്റിസിസമായിട്ടും ഒക്കെ എങ്ങനെയാണ് കൗണ്ട് ചെയ്യുന്നത്? ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഡ്യുവൽ പേഴ്സണാലിറ്റി ഉണ്ടെന്നാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. ശരിയായൊരു വ്യക്തിത്വമുള്ള ആളാണെങ്കിൽ രണ്ടും തട്ടിച്ചു നോക്കില്ലേ? യെസ്, വിശുദ്ധ ബൈബിളിൻ്റെ വെളിച്ചത്തിൽ ഈ മനുഷ്യൻ പറയാണ്, മൂറോൻ എന്ന് പറയുന്നത് പുറപ്പാട് ദിവസം 30-ാം അധ്യായത്തിലെ സബ്ജക്റ്റാണ്. ആ മൂറോൻ എങ്ങനെയാണ് പൂശേണ്ടത്, ഏത് വിധത്തിലാണ് കൈകാര്യം ചെയ്യേണ്ടത്? ന്യൂ ടെസ്റ്റ്മെൻറ്റിലേക്ക് വരുമ്പോൾ അത് ഹോളി സ്പിരിറ്റിൻ്റെ നിദാനമാണ്. പഴയ നിയമത്തിലെ ആ എണ്ണ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവുമായി റിലേറ്റഡ് ആണ്. അതിൻ്റെ A to Z കാര്യങ്ങളാണ് മെസ്സേജിൽ നമ്മൾ പറഞ്ഞത്. വളരെ വ്യക്തമായിട്ട് മൂറോൻ നമ്മൾ അവതരിപ്പിക്കുക. അടുത്തത് വടിയുടെ കാര്യം, അംശവടി, 2 പാമ്പ് ഇങ്ങനെ പിണച്ചു കെട്ടി നിൽക്കുന്നില്ലേ? അതാണ് മൂറോനീത്ത. ആ വടിയൊക്കെ കാണിച്ചുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അതിൻ്റെ ഐതിഹ്യം. ഇവരെന്തുകൊണ്ടാണ് ഒരു ലോക്കൽ മെത്രാച്ചൻ ഒരു പാമ്പിനെ മാത്രമുള്ള വടിയും കൊണ്ട് കിടക്കുന്നു, കാതോലിക്കയും പിന്നെ പാത്രിയാർക്കീസും ആണെങ്കിൽ 2 പാമ്പ് ഇങ്ങനെ നിൽക്കുന്ന വടി, ഇങ്ങനെ വടിയിൽ 2 പാമ്പ് ചുറ്റി നിൽക്കുന്ന ആ സബ്ജക്റ്റ് പിന്നീട് നമ്മൾ വേറെ എവിടെയാണ് കണ്ടതെന്ന് അന്വേഷിച്ച് പോയപ്പോഴാണ് പെർഗമോസിലാണ് കണ്ടത്. പെർഗമോസിലെ അസ്കലപ്പായസിൻ്റെ ക്ഷേത്രത്തിലാണ് നമ്മൾ കണ്ടത്. ആ ക്ഷേത്രത്തിൻ്റെ എംബ്ലമാണ് ഒരു വടിയിൽ 2 പാമ്പ് ഇങ്ങനെ ചുറ്റിപ്പിടഞ്ഞ് നിൽക്കുന്നത്. ആ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താ? ആ ക്ഷേത്രത്തിലെ പ്രസാദം എന്ന് പറയുന്ന, അവിടുത്തെ പ്രസാദത്തെയാണ് പിന്നീട് നമ്മളിപ്പോൾ വിളിക്കുന്ന ക്യാപ്സ്യൂളുകൾ എന്ന് പറയുന്നത്. അവിടെ കൊടുത്തുകൊണ്ടിരുന്ന പ്രസാദവും അതായത് രോഗശമനത്തിൻ്റെ ദേവനാണ്. ഈ ഷ്യൂസിൻ്റെ മോളോ ആ ടോപ്പിക്ക് മറന്നുപോയി. ഏതായാലും ഈ ചങ്ങാതി നമ്മുടെ അപ്പോളോ ദേവൻ്റെ മോനോ അങ്ങനെ എങ്ങാണ്ടായിട്ടാണ് വരുന്നത്. എന്തായാലും വളരെ പ്രസിദ്ധമായ ക്ഷേത്രമായിരുന്നു പെർഗമോസിലെ ഈ ക്ഷേത്രം. അവിടെ രോഗശമനത്തിന് ആളുകൾ വരുന്നു, അവിടെ കൊടുക്കുന്ന ക്യാപ്സ്യൂൾ, അവിടുത്തെ വെള്ളം കണ്ടിട്ടില്ല, ഇങ്ങനെ അമ്പലത്തിലൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാവുള്ളൂ. അതിങ്ങനെ കുടിക്കുക, എന്നിട്ട് ബാക്കി തലേക്കടെ ഒഴിച്ചു കളയും. നമ്മുടെ മൂറോനീത്തയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് പെർഗമോസിലേക്ക് പോയത്. മൂറോനീത്ത, വടിയിൽ 2 പാമ്പ് ചുറ്റിപ്പിടഞ്ഞ് നിൽക്കുന്നു. ആ 2 പാമ്പിനെ പിന്നീട് നമ്മൾ എവിടെ കണ്ടെന്നാണ് പറഞ്ഞത്? പെർഗമോസിൽ. പെർഗമോസിൽ നിന്ന് പിന്നെ എവിടെയാണ് കണ്ടത്? നമ്മുടെ നാട്ടിലുള്ള ആശുപത്രിയിൽ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഡാക്ടർമാരുടെ കാറിലൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് മരുന്ന് കേട്ടിട്ടില്ലേ? അലോപ്പതിയുടെ പിതാവും അലോപ്പതിയുടെ ഹെഡ് ക്വാർട്ടറുമാണ് പെർഗമോസ് എന്ന് പറയുന്നത്. അലോപ്പതി ശാസ്ത്രം ആരംഭിച്ചതും അതിൻ്റെ ചികിത്സാ രീതി ആരംഭിച്ചതും ഒക്കെ അവിടെ നിന്നാണ്. സെർച്ച് ചെയ്യാം കേട്ടോ, സെർച്ച് ചെയ്യാം. കാശ് മുടക്കില്ല, സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്ത് മുന്നോട്ട് പോകാം നിങ്ങൾക്ക്. അപ്പോൾ എന്തായാലും ഗുളിയൊക്കെ തിന്നുമ്പോൾ സ്വോത്രം ചെയ്തിട്ട് വേണം കേട്ടോ കഴിക്കാനായിട്ട്. അസ്കലപ്പായസിൻ്റെ സാധനമാണ്. അപ്പോൾ ഗുളികയില്ലാതെ ഒരു ജീവിതം നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. ഞാനിനി
നിങ്ങളെയൊക്കെ കുഴപ്പിച്ചു എന്ന് നാളെ പറഞ്ഞേക്കരുത്. എവിടെയെങ്കിലും പോയി ഏതെങ്കിലും പാസ്റ്റർമാരോട് പറഞ്ഞാൽ അവർ ശരിയാക്കി കളയും. അസ്കലപ്പായസിൻ്റെ ക്യാപ്സ്യൂളും വെള്ളവും കുടിച്ചു കഴിഞ്ഞ് എന്നാ കുഴപ്പം, ഇയാളെന്തോ നവീന ഉപദേശം പറയാമെന്ന് അവർ പറഞ്ഞു കളയും. അത് വേണ്ട, അത് കാര്യങ്ങൾ മുറയ്ക്ക് നടക്കട്ടെ. ആസയെക്കുറിച്ചല്ലേ നമ്മൾ ഇടയ്ക്ക് ചിന്തിച്ചത്. ആസ യഹോവയിൽ ആശ്രയിക്കാതെ അസ്കലപ്പായസിനെ ആശ്രയിച്ചെന്നാണ് വായിച്ചത്. സന്ദർഭം കിട്ടിയപ്പോൾ ഞാനൊന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഈ ക്രിട്ടിസിസവുമായി ബന്ധപ്പെട്ടല്ലേ ഈ പറഞ്ഞത്. യാക്കോബക്കാരെയും കത്തോലിക്കരെയും നമ്മൾ, ഞാനാകട്ടെ മറ്റ് ദൈവദാസന്മാരാകട്ടെ, അവരുടെ രീതികളെയും കാര്യങ്ങളെയും, എൻ്റെ സഹോദരിമാരും സഹോദരന്മാരും ഇതൊന്ന് ചിന്തിക്കണം കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്താമണ്ഡലം ഉണരുകയും നിങ്ങൾക്കൊരു തോൽവി തോന്നുന്നുണ്ടെങ്കിൽ, നാണം തോന്നുന്നുണ്ടെങ്കിൽ, പിന്നീട് എപ്പോഴെങ്കിലും ഒരു സിംഗിൾ സെൻറ്റൻസിൽ എനിക്കൊരു മറുപടി തരണം. ഞാനിപ്പോൾ പറഞ്ഞ നിങ്ങളുടെ നേരെ നോക്കി മുഖത്ത് നോക്കിയാണ് പറഞ്ഞത്. നിങ്ങൾക്ക് നാണം വരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പക്ഷെ നിങ്ങളിൽ ബഹുഭൂരിപക്ഷം പേരും അങ്ങനെ ചിന്തിക്കുന്നവരല്ല. പിന്നെ നിങ്ങൾക്ക് എന്തിനാണ് നാണം വരുന്നത്? ഇനി ആരെങ്കിലും ഭൂതമായിട്ടൊക്കെ നമ്മളെ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കും നാണം വരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇത് പറയുമ്പോൾ ഇട്ടിട്ട് ഓടിയേക്കരുത്. നിങ്ങളെ സ്വർഗത്തിലെ ദൈവം അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന ഇവിടെ നാണിപ്പിക്കാൻ കൊണ്ടുവന്നതാ. ഇനി മേലാൽ മിണ്ടിപ്പോകരുത് എവിടെയും. ദൈവത്തിൻ്റെ ദാസന്മാർ ആധികാരികമായിട്ട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കും. ആത്മീയ ലോകത്ത് നടക്കുന്ന വചനവിരുദ്ധമായ, പരിശുദ്ധാത്മാവിന് വിരുദ്ധമായ കാര്യങ്ങളെ അവർ അഭിഷേകത്തോടെ, അധികാരത്തോടെ, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായവൻ്റെ ദാസന്മാർ ചൂണ്ടിക്കാണിക്കുമ്പോൾ മിണ്ടരുത്. വചനവിരുദ്ധമാണെങ്കിൽ നിങ്ങൾ നിശ്ചയമായും പറയണം. എന്നെപ്പോലെയുള്ള മറ്റ് ദൈവദാസന്മാർ സംസാരിക്കുന്ന കാര്യങ്ങൾ ദൈവവചനത്തിന് നിരക്കുന്നതല്ല, അഹങ്കാരം കൊണ്ട് പറയുന്നതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ പറയുന്നതോ കേട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ നമ്മളെ അറിയിക്കണം. ദേവദാസനെ നിങ്ങളാ പറഞ്ഞ കാര്യങ്ങൾ വചനപ്രകാരമല്ല, അല്ലെങ്കിൽ നിങ്ങളാ പറഞ്ഞതിനകത്ത് നിങ്ങളുടെ ബോഡി ലാംഗ്വേജിൽ അങ്ങനെയൊക്കെ പറയാമല്ലോ, ന്യായമായിട്ടും പറയാം. അതല്ലാതെ ചുമ്മാ വർത്തമാനം പറയരുത്. ചെമ്പുപണിക്കാരൻ അലക്സാണ്ടർ ഈ സത്യവിശ്വാസത്തിനെതിരാണ്, അത് പറയാതെ തരവില്ല. അവൻ നമ്മുടെ പ്രസംഗത്തോട് അത്യന്തം എതിർത്ത് നിൽക്കുകയാണ്. ഉപദേശം സ്ഥാപിക്കാൻ കഴിയുന്നില്ല, അവനെ ഇടങ്കോലിടുക. അത് പറയാതെ തരവില്ലെന്നേ. ഉമനിയോസും ഫിലേത്തോസും അവരുടെ വിശ്വാസക്കപ്പൽ തകർന്നു കിടക്കുക, പറയാതെ തരവില്ല. അതെങ്ങനെ പറയാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് പല കാര്യങ്ങളും നമ്മൾ തുറന്നു പറയുന്നത്. അപ്പോൾ എന്താ ഞാൻ ലാസ്റ്റ് പറഞ്ഞത്? സജി പാസ്റ്റർ കാത്തലിക്കിനെയും ഓർത്തഡോക്സിനെയും, അല്ലെങ്കിൽ ഇനി വേണ്ട ഹൈന്ദവരുടെ കാര്യവും കൂടെ കൂട്ടിയേക്കാം. അവരുടെ ചില സ്വാമിമാരൊക്കെ ഇപ്പോൾ അവിടെ സ്വാമിമാരൊന്നും തുണിയൊന്നും ഉടുക്കാറില്ല. അവർക്ക് അതിന് ഒത്തിരി വ്യാഖ്യാനങ്ങളുണ്ട്. തുണി ഉടുക്കാത്തതിന് നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ അയ്യോ ഭയങ്കര മോശമാണെന്നൊക്കെ പറഞ്ഞു കളയും. അങ്ങനെയൊന്നല്ല, അത് വെളിപ്പാടിൽ കാണണം. എന്തുകൊണ്ട് വസ്ത്രം ധരിക്കുന്നില്ല? അത്തരം സ്വാമിമാർക്ക് വേറെ ചില പേരൊക്കെ പറയും. അപ്പം അതിൻ്റേതായ വ്യാഖ്യാന ശാസ്ത്രമൊക്കെ ഉണ്ട് അവരുടെ ഇടയിൽ. നമ്മൾ പറയുകയാണ് ഇതൊക്കെ തെറ്റാന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ അവരെ വിമർശിക്കുകയല്ലേ, അത് ക്രിറ്റിസിസമാണ്. ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ പറയും അന്ധവിശ്വാസം എന്ന് പറയും. അത് പറയാൻ നിങ്ങൾക്കാരാന്നേ ലൈസൻസ് തന്നെ? അവർ ചെയ്യുന്നത് അന്ധവിശ്വാസമാണെന്ന് പറയാൻ നിങ്ങൾക്കാരാ ലൈസൻസ് തന്നത്? അല്ല, വചനം വെച്ച് നോക്കുമ്പോൾ അങ്ങനെയല്ലേ? വചനത്തിൽ ഇല്ലേ, റോമാലേഖനം 2-ാം അധ്യായത്തിലില്ലേ, ഇഴജാതി, പാമ്പ്, നാൽക്കാലി ഇതിനെയൊന്നും ആരാധിക്കരുതെന്നല്ലേ എന്നൊക്കെ ചോദിച്ചു വരും. ആഹാ, അപ്പോൾ വചനത്തിലുള്ള കാര്യം നിങ്ങൾ അംഗീകരിക്കും, വചനത്തിലില്ലാത്ത കാര്യം ഞങ്ങൾ പറഞ്ഞാലും അംഗീകരിക്കേണ്ടതേ. വചനത്തിലുള്ള കാര്യമായി പറഞ്ഞു വരുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ഈശോ മിശിഹയാണ് പറഞ്ഞത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെന്ന്. ഈ ലോകം എന്നെ പകച്ചു, അത് നിങ്ങളെയും പകയ്ക്കുമെന്ന്. അവൻ്റെ അപ്പസ്തോലന്മാരാണ് പറഞ്ഞത്. യേശു ക്രിസ്തു എന്ന മൂലക്കല്ലിനെ ലോകം പകച്ചു, ലോകം ത്യജിച്ചു, ലോകം തള്ളിക്കളഞ്ഞെന്ന്. അതുകൊണ്ട് നിങ്ങൾ ആ മൂലക്കല്ലിന് അടുക്കൽ വരികയാണെങ്കിൽ, നീ അമേരിക്കയിലോ റഷ്യയിലോ ഏത് ദുനിയാവിലിരിക്കുകയാണെങ്കിലും നിശ്ചയമായിട്ട് നിന്നെ അനുഭവിക്കേണ്ടി വരും. ക്രിസ്തുവിൻ്റെ നിന്ന വഹിക്കേണ്ടി വരും. ജീവനുള്ള കല്ലായി അവൻ്റെ അടുക്കൽ വരികയാണെങ്കിൽ. അതാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാവരും ആദരിക്കപ്പെടുന്ന ഇടമൊന്നുമല്ല, വെഞ്ചാമരം വീശുന്ന ഇടമൊന്നുമല്ല. പച്ചപ്പരവതാനി വിരിച്ചിട്ട് അയ്യോ വന്നാട്ടെ ഇരിക്കൂ ചായ കുടിക്കാന്നൊന്നും പറയുന്ന കാര്യപരിപാടിയല്ല. ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ നിന്ന് സഹിക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ കർത്താവ് പറഞ്ഞു, അവിടുത്തെ അപ്പസ്തലന്മാർ പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. അതിന് വിരുദ്ധമായിട്ട് ഒരുവൻ പറഞ്ഞാൽ ആരും ആയിക്കൊള്ളട്ടെ, അവരുടെ സ്റ്റാറ്റസ് എത്ര വലുതായിക്കോട്ടെ, നമ്മൾ നിശ്ചയമായും അതിനെതിരെ നിലകൊള്ളും. ഇന്നലെ വന്ന പൗലോസ് മിനിങ്ങാന്നല്ല 4 നാൾ വന്ന പത്രോസിനെതിരെയാണ് നിന്നത്. പത്രോസേ ദൈവരാജ്യത്തിൻ്റെ താക്കോൽ ലഭിച്ച ആളുകളെ
താക്കോലും കൊണ്ട് തുറന്ന് അകത്ത് കയറ്റിയ മനുഷ്യൻ, നിന്ന നെപ്പിൽ 3000-ന്റെ മാനസാന്തരം കൈകാര്യം ചെയ്തവൻ, അടുത്ത മെസ്സേജുകളിൽ 5000 അസംഖ്യം ഇങ്ങനെ അകത്തേക്ക് വന്നു. 10-14 വർഷം മുന്നോട്ട് പോയി. അപ്പോഴുണ്ട് ഇന്നലെ വന്ന പൗലോസ് അഭിമുഖമായിട്ട് എതിർത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ പത്രോസിനെ കുത്തിക്കൊല്ലാൻ വന്നു എന്നൊന്നും ആരും വിചാരിച്ചേക്കരുത് കേട്ടോ. ഇതൊക്കെ വായിക്കുമ്പോൾ ആളുകൾ വിചാരിക്കുന്ന പത്രോസിനെ ചീത്ത വിളിച്ച് ആകപ്പാടെ മുണ്ടും മടക്കി കുത്തി അടി കൂടി എന്നൊക്കെ ആയിരിക്കും ആൾക്കാർ ചിന്തിക്കുന്നത്. പത്രോസ് ഉയർത്തിയ ആ ഐഡിയോളജിക്കെതിരെ, അല്ലെങ്കിൽ പത്രോസ് ആ സമയത്ത് ഹോൾഡ് ചെയ്തൊരു ആശയമുണ്ട്, പരിച്ഛേദനാവാദം. ആ വാദത്തിനെതിരെ പൗലോസ് എതിർത്തു നിന്നു എന്ന് പറഞ്ഞാൽ പൗലോസ് അശേഷം അത് അംഗീകരിക്കുന്നില്ല, 1% അംഗീകരിക്കുന്നില്ല. താന് കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വിഷയത്തെ സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. താന് കാര്യങ്ങളെ സ്ഥാപിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഗലാത്യ ലേഖനത്തിൽ ഉടനീളം കാണുന്നത്. കാരണം ഏകദേശം 2-2.5 വർഷക്കാലം ഗലാത്യയിൽ പോയി കട്ട സഹിച്ച് തൻ്റെ 1ാം യാത്രയിലാണ് അവിടെ കടന്നു ചെന്ന് ലുസ്രയിൽ കല്ലേറുകൊണ്ട് മരിച്ചുപോയ സാഹചര്യത്തിലേക്ക് എത്തിയത്. അങ്ങനെ കഷ്ടനഷ്ടങ്ങൾ അനുഭവിച്ച് അങ്ങനെ ഒരു കൂട്ടം ആൾക്കാരെ ക്രിസ്തുവിന് വേണ്ടി നേടി താൻ മടങ്ങി അന്ത്യോക്യയിലേക്ക് വന്നിരിക്കുക. അങ്ങനെ മടങ്ങി വന്നതിന് ശേഷം താൻ വിവിധങ്ങളായ നിലകളിൽ അറിയുകയാണ് ഗലാത്യയിലുള്ള വിശുദ്ധന്മാരെല്ലാം ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഒഴുക്കിൽ അവരിങ്ങനെ പയ്യെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവർ ഒഴുകാനുണ്ടായ കാരണം നമ്മൾ പഠിക്കുമ്പോൾ പത്രോസിൻ്റെയൊക്കെ ഒരു ആശീർവാദം അതിനകത്ത് വരികയാണ്. നോക്കണം, യെരുശലേമിൽ നിന്ന് നുഴഞ്ഞു കയറി വന്ന ആൾക്കാരാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിലും അതിൽ പത്രോസിൻ്റെയൊക്കെ ചെറിയ ആശീർവാദം കിടക്കുക. പത്രോസിൻ്റെയൊക്കെ ചെറിയ ആശീർവാദം കിടക്കുക. പൗലോസിന് സഹിക്കാൻ പറ്റാതെ പോയി. പൗലോസിൻ്റെ 1ാം മിഷൻ യാത്രയിൽ പൗലോസിനോട് കൂടെ സഞ്ചരിച്ച മനുഷ്യരാ കേട്ടോ നമ്മൾ. ആ യാത്രയിൽ നമ്മൾ ഒരുമിച്ചല്ലേ അന്ത്യോക്യയിൽ നേരെ കുപ്രോസിലേക്കും കുപ്രോസിൽ നിന്ന് പംഫുല്യയിലേക്കും അവിടെ നിന്ന് എന്നാ പറയുക ഫ്രുഗ്യ വഴി അങ്ങനെ മുന്നോട്ട് വന്ന് പിസിദി ദേശത്തെ അന്ത്യോക്യയിലെ ആ സിനഗോഗിൽ പ്രസംഗിച്ചതൊക്കെ ഓർക്കുന്നില്ലേ? 13-14 അധ്യായങ്ങളിൽ അവിടുന്ന് ലുക്കോന്യ, ഇക്കോന്യ എന്ന് വേണ്ട ആ ഇടങ്ങളിലേക്കൊക്കെ പോയതും മടങ്ങി പെർഗ, ദർബ എന്ന് വേണ്ട ഈ സ്ഥലങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ച് അവരെയൊക്കെ വചനത്തിൽ ഉറപ്പിച്ച്, അപ്പോസ്തല പ്രവൃത്തി 14:22 ഇപ്പം ഞാൻ പറഞ്ഞേ, അവരെ വചനത്തിൽ ഉറപ്പിച്ചിട്ട് താൻ അന്ത്യോക്യയിലേക്ക് വന്നു. വചനത്തിൽ ഉറപ്പിച്ചിട്ട്. എന്നിട്ട് ഉറച്ചായിരുന്നോ? ഉറപ്പിച്ചിട്ട് പോയതാ. മണിക്കൂറുകൾ, ആഴ്ചകൾ, മാസങ്ങൾ കഴിഞ്ഞില്ല, പൗലോസ് തിരിച്ചറിഞ്ഞു ഇവരൊന്നും ഉറച്ചിട്ടില്ലെന്ന്. പൗലോസിൻ്റെ മീറ്റിങ്ങിലൊക്കെ വന്ന് മുഖമൊക്കെ കാണിക്കും, പക്ഷെ കാര്യങ്ങൾ ക്ലിക്കായിട്ടില്ല, വേണ്ട വിധത്തിൽ ക്ലിക്കായിട്ടില്ല. അതുകൊണ്ട് യെരുശലേമിൽ നിന്ന് ഒരു കൂട്ടം നുഴഞ്ഞുകയറ്റക്കാർ വന്നപ്പോൾ ഇവർ തെറ്റിദ്ധരിച്ചു. അതിൽ പത്രോസിൻ്റെ ഒരു ആശീർവാദമൊക്കെ ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഗലാത്യ പ്രൊവിൻസിലുള്ള സഭകൾ ചിന്തിച്ചു, നമുക്ക് കുറച്ച് ഈ വഴിക്ക് കൂടി അങ്ങ് പോയേക്കാം, ഇച്ചിരി പരിച്ഛേദനയൊക്കെ വേണം, ഇച്ചിരി മോശയുടെ പ്രമാണങ്ങളും എല്ലാം കൂടെ കൂട്ടി കുഴച്ച് നമുക്കങ്ങ് പോയേക്കാമെന്ന് ചിന്തിച്ചു. പൗലോസ് ഒരു ഇഞ്ച് വിട്ടുകൊടുത്തില്ല. ഗലാത്യ ലേഖനം 2:5 വായിച്ചേ. സുവിശേഷത്തിൻ്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ അവർക്ക് ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ലെന്ന്. വഴങ്ങിക്കൊടുത്തില്ല. പോരാട്ട വീര്യമാണ് അകത്ത്, പോരാട്ട വീര്യം. പൗലോസിൻ്റെ ലൈഫിലെ ആ എൻകൗണ്ടർ ഓർത്തു നോക്കിയ ദമസ്കോസ് അടിതെറ്റി വീണ മനുഷ്യനാണ്, അടിതെറ്റി വീണവനാ. സ്വർഗമാണ് കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചത്. ഇപ്പോൾ പൗലോസിൻ്റെ തലയിൽ ഈ അഭിഷേകതയിലും പകർന്നത് ആരാണെന്ന് നല്ല ബോധ്യം പൗലോസിനുണ്ട്. പൗലോസ് പറയാണ്, ഞാൻ പ്രമാണിമാരിൽ നിന്നൊന്നും പ്രാപിച്ചിട്ടില്ലെന്നേ, അവരിൽ നിന്നും പഠിച്ചിട്ടില്ല, ഞാനൊരു വെളിപ്പാടനുസരിച്ച് അത്രേ പോയത്. അങ്ങനെയല്ലേ 2:1 വാക്യം കാണുന്നത്? ഞാനൊരു വെളിപ്പാടനുസരിച്ച് അത്രേ പോയത്. 1ാം മിഷൻ യാത്രയാകട്ടെ, പിന്നീടുള്ള യാത്രയാകട്ടെ, അല്ലേ അതിനു മുമ്പുള്ള കാര്യങ്ങളാകട്ടെ, യെരുശലേമിലേക്ക് പോയതുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. അതിലെല്ലാം ഒരു വെളിപ്പാടിലാണ് സഞ്ചരിച്ചത്, ഒരു വെളിപ്പാടിലാണ് സഞ്ചരിച്ചത്. അപ്പോൾ വെളിപ്പാടിൽ സഞ്ചരിക്കുന്ന ആളുകൾ ഉപദേശ പെശകുകൾ കണ്ടു കഴിഞ്ഞാൽ നിശ്ചയമായി അവർ ചൂണ്ടിക്കാണിക്കും. ലാഭങ്ങളൊന്നും നോക്കുന്നില്ലെന്നേ, ലാഭങ്ങളല്ല. ലാഭം എന്താ? ഒരു പാസ്റ്ററെ സംബന്ധിച്ച് ലാഭം എന്നുള്ളത് എന്താ സഹോദരങ്ങളെ? നിങ്ങളൊന്ന് ചിന്തിച്ചേ. ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ച് ലാഭം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ അതേ വാക്ക് കാണുന്നുണ്ട്. അവരുടെ ലാഭം പൊയ്പോകുമെന്ന് കണ്ടിട്ടെന്ന്. വെളിച്ചപ്പാടത്തി സ്ത്രീയുമായി ബന്ധപ്പെട്ട്
അവിടെ ആൾക്കാരെ ഈ പുള്ളിക്കാരിയെ കൊണ്ടു നടന്ന് ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. പൗലോസ് അവിടെ അവളെ ശാസിച്ചും അവൾക്കൊരു വിടുതലും ഒക്കെ ലഭിച്ച് അവൾ സ്വതന്ത്രയായി രംഗത്ത് വന്നു കഴിയുമ്പോൾ അവരുടെ ലാഭം പോയി പോകുമല്ലോ, അവരുടെ പരിപാടി അവസാനിക്കില്ലേ അല്ലേ? അതിൻ്റെ സാഹചര്യം ഒന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ച്. അപ്പോൾ അവിടെ കലക്കം ഉണ്ടായി എന്നൊക്കെ നമ്മൾ പിന്നീട് വായിക്കുന്നത്. അതിനോട് ചേർത്ത് വെച്ച് ഞാൻ പറയുക, ഒരു ശുശ്രൂഷനെ സംബന്ധിച്ച് ലാഭം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അതായത് നിരന്തരം ശുശ്രൂഷകൾക്ക് വിളിക്കപ്പെടുക, തനിക്ക് വേണ്ടി വേദികൾ സജ്ജമാകുക, അവിടെ വില കൂടിയ മൈക്കുകൾ തനിക്ക് വേണ്ടി ശബ്ദിച്ചുകൊണ്ടിരിക്കുക, കേൾവിക്കാർ ധാരാളം കടന്നു വരിക, അങ്ങനെ അവരെയെല്ലാം അങ്ങനെ പതപ്പിച്ച് നിർത്തി അങ്ങനെ ഈ ആണ്ട് മുഴുവനും പ്രസംഗിച്ചു. ഡേറ്റ് ഇല്ല ബ്രദർ, ഡേറ്റ് ഇല്ല, നോക്കട്ടെ അടുത്ത വർഷം നോക്കാം. ഈ ലാഭം പോയി പോകുക എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വേദികളിലൂടെ നമുക്ക് ലഭിക്കുന്ന ഏണിങ്സ്, പണം, പച്ചയ്ക്ക് പറഞ്ഞാൽ പണം, ഇത് രണ്ടും എനിക്ക് വേണ്ട. എനിക്ക് വേദിയും വേണ്ട, പണവും വേണ്ട. അപ്പോൾ പാസ്റ്റർ എങ്ങനെ പുട്ടടിക്കുമെന്നൊക്കെ ഒത്തിരി ആൾക്കാർ വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട് നമ്മുടെ വീഡിയോയുടെ അടിയിലൊക്കെ. ഞാൻ എങ്ങനെയെങ്കിലും പുട്ടുണ്ടാക്കിക്കോളാം. കാട്ടിലേക്കൊക്കെ കയറിപ്പോയി കഴിഞ്ഞാൽ കാട്ടിൽ നിന്ന് പലതരം കിഴങ്ങുകളൊക്കെ പറിക്കാൻ പറ്റുമെന്നേ. അങ്ങനെ ഈ മുളയരി, അങ്ങനെ പല സാധനങ്ങളൊക്കെ, ആദിവാസികളൊക്കെ അങ്ങനെയൊക്കെയല്ലേ ജീവിക്കുന്നത്. ഒരു പാസ്റ്റർക്കും കാട്ടിലേക്കൊക്കെ കയറിപ്പോയി എന്തെങ്കിലുമൊക്കെ കിട്ടാതിരിക്കുമോ? കായ്കനികളൊക്കെ. അപ്പോൾ കായ്കനികൾ പുഴുങ്ങിയോ എങ്ങനെയെങ്കിലുമൊക്കെ തിന്ന് ജീവിച്ചോളാം, ആരും സഹായിക്കണ്ട. പക്ഷേ ഇപ്പോൾ വായിച്ചില്ലേ, ഒരു നാഴിക പോലും വഴങ്ങി കൊടുക്കില്ലെന്ന്. വഴങ്ങി കൊടുക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അറിഞ്ഞ സത്യത്തിന് വേണ്ടി നമ്മൾ നിലകൊള്ളും എന്നോർത്ത് ചില ആളുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും ചെയ്യാറില്ല കേട്ടോ. ആരുടെയെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ ചുമ്മാ അങ്ങ് കാണിക്കുമൊന്നുമല്ല നമ്മൾ. ചിലപ്പോഴൊക്കെ ചില വീഡിയോ ഒക്കെ കാണിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് അതിൻ്റെ ഒരു ഗൗരവം പിടികിട്ടാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ കാണിച്ച് നിർത്തുകയല്ല നമ്മളത് വിശദീകരിക്കാറുണ്ട്. ഇപ്പോൾ ക്രിസ്ത്യ ജീവിതത്തിലെ കഷ്ടങ്ങളെക്കുറിച്ചുള്ള ഒരു 1 മിനിറ്റ് വീഡിയോ ശരിക്കും കാണിച്ചത് അല്ലേ? 1 മിനിറ്റോ 1.5 മിനിറ്റോ എങ്ങാണ്ടേ ഉള്ളൂ. അത് 4-5 ആഴ്ചയായി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങിയിട്ട്, 4-5 ആഴ്ചയായി പറഞ്ഞു തുടങ്ങിയിട്ട്. അതിന് വിശദീകരണം തന്നുകൊണ്ടിരിക്കുകയല്ലേ. ആ വീഡിയോയുടെ പിന്നിലുള്ള ആളുകളെ ഹരാസ് ചെയ്യുന്നില്ല നമ്മൾ ആരെ ഹരാസ് ചെയ്യാനൊന്നും പോകുന്നില്ല. അവർ ഉപദേശപെശകന്റെ ആൾക്കാരാണെന്നുള്ളത് സ്ഥാപിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അത് നമ്മൾ സ്ഥാപിക്കും, അത് നമ്മൾ പറഞ്ഞു കൊണ്ടുവരിക. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ സാരം എന്താ? ഈ സത്യത്തിന് വേണ്ടി നിലകൊള്ളുക എന്ന് പറയുമ്പോൾ ലാഭം എന്ന് പറയുന്ന ഈ 2 കാര്യമാണ് പ്രധാനമായിട്ട്. പിന്നെ പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ട് കേട്ടോ. പേരും പ്രശസ്തിയൊക്കെ ഉണ്ടെങ്കിലാണ് ആളുകൾ വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെയൊന്നും ആവശ്യമില്ല, എന്നെ ആരും വിളിക്കണ്ട. ഇപ്പോൾ നമ്മുടെ കുറേ സഹോദരങ്ങൾ ഈ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, പാസ്റ്ററെ കഴിഞ്ഞ വർഷം ഏതാണ്ട് ഈ സമയത്താണ് 2-3 ദിവസം ഞങ്ങളുടെ ഇന്ന സ്ഥലത്ത് പാസ്റ്റർ വന്ന് ദൈവവചനം ഘോഷിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ തവണയും നിശ്ചയമായിട്ടും മീറ്റിംഗ് നടത്തണം, ഞങ്ങൾ പാസ്റ്ററുമായിട്ട് സംസാരിക്കാനിരിക്കുക എന്ന് പറഞ്ഞു. അന്ന് 3 ദിവസം മീറ്റിംഗ് നടത്തിയപ്പോൾ പാസ്റ്ററിൻ്റെ മുഖം ഇരുന്നത് എങ്ങനെയാണെന്ന് അവർക്ക് മനസ്സിലായില്ല, എനിക്ക് മനസ്സിലായി. എനിക്കത് മനസ്സിലായി. ഞാനത് വിവേചിച്ചുകൊണ്ടിരിക്കുന്ന ആളല്ലേ. അങ്ങേര് ആ 3 ദിവസം ഏതാണ്ട് ശരശയ്യയിൽ ഇരുന്നത് പോലെ ഇരുന്നത്. 3 ദിവസമേ, ഒരു ദിവസമൊക്കെയാണെങ്കിൽ പോട്ടേന്ന് വയ്ക്കാം, 3 ദിവസം. കാരണം അവർ ഇന്നലെ പഠിപ്പിച്ചതും പറഞ്ഞതുമായ കാര്യങ്ങൾക്ക് വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ഈ പറഞ്ഞു കൊണ്ടുവരുന്നത്. 2 കൊരിന്ത്യർ ലേഖനം 8:9 വ്യാഖ്യാനിക്കുന്ന ഉപദേശിമാരെ മലയാളക്കരയിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. 2 കൊരിന്ത്യർ 8:9 എന്താ എഴുതിയിരിക്കുന്നത്? ഈ വാക്യം മാന്യമായ നിലയിൽ വ്യാഖ്യാനിച്ചതിൻ്റെ അർത്ഥം പറയുന്ന ഉപദേശിമാരെ വിരലിലെണ്ണാവുന്നവർ ഉണ്ടെങ്കിലുണ്ട്, അത്രേ ഉള്ളൂ. മേജോറിറ്റി പാസ്റ്റേഴ്സും എന്താ പറയുന്നത്? യേശുക്രിസ്തു ഭൂജാതനായതും ക്രൂശിതനായതും ഉദ്ധാനം ചെയ്തതും നമ്മെ സമ്പന്നരാക്കാനെന്നാണ് ഇവരെല്ലാം പഠിപ്പിക്കുന്നത്. ന്യൂജൻ പെന്തിക്കോസും ക്ലാസിക്കൽ പെന്തിക്കോസും എല്ലാവരും അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ തലയാഴ്ചയിൽ പ്രസംഗിച്ചിട്ട് ഇരിക്കുകയായിരിക്കും നമ്മുടെ പാസ്റ്റർ. നമ്മൾ അവിടെ ചെന്നിട്ട് പറയുകയാണ് ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയൊന്നും അല്ല, അയ്യോ ഇതിൻ്റെ അർത്ഥം വേറെയാണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത വിഷമമാവില്ലേ പ്രിയരെ? നമ്മൾ അവിടെ ചെന്ന് ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ. ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം വായിച്ചേ. ജോബ് ചാപ്റ്റർ 42:10. ഈ വാക്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ വിശദീകരിച്ച് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ളവരാണ്. എങ്കിലും പറഞ്ഞു വന്നപ്പോൾ സന്ദർഭവശാൽ ഇത് ഞാനൊന്ന് കോട്ട് ചെയ്തതേ ഉള്ളൂ. ഇയ്യോബിൻ്റെ ലൈഫിൽ ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവന് ഇരട്ടിയായി കൊടുത്തെന്ന് നമ്മൾ വായിക്കും. ഈ വാക്യം എടുത്തു വെച്ചുകൊണ്ട് പെന്തക്കോസ്റ്റിലെ പാസ്റ്റേഴ്സ് വൈകാരികമായി പ്രസംഗിക്കും, ഇമോഷണലി പ്രീച്ച് ചെയ്യും. അതിനെക്കുറിച്ച് ഞാൻ മുന്നമേ പറഞ്ഞത് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? സാധ്യത ഉണ്ടാവില്ല. കാരണം ഒത്തിരി നാളുകൾക്ക് മുമ്പ് പറഞ്ഞതാണ്.
ബാംഗ്ലൂരിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ചർച്ചിൽ കൺവെൻഷൻ നടക്കുകയാണ്. ആ സമയത്ത് അവിടെ ഇരുന്ന പാസ്റ്ററുമായിട്ട് എനിക്കൊരു പരിചയമുള്ളതുകൊണ്ട് അദ്ദേഹം കൺവെൻഷന് വിളിച്ചു. ഞാൻ ആ കൺവെൻഷന് പോയി. മലയാളക്കരയിലെ പ്രസിദ്ധമായ ഒരു സെമിനാരിയുടെ പ്രിൻസിപ്പളാണ് അന്ന് പ്രസംഗിക്കുന്നത്. ഞാൻ ആൾക്കൂട്ടത്തിൽ പുറകിലിരുന്നപ്പോൾ ഈ പാസ്റ്റർ എന്നെ കണ്ടു. അങ്ങേര് വന്ന് എന്നെ പിടിച്ചു കൊണ്ടുപോയി ഈ പാസ്റ്റേഴ്സിൻ്റെ കൂട്ടത്തിൽ ഇരുത്തി. അത് കഴിഞ്ഞിട്ട് ഈ പ്രസിദ്ധനായ റവറൻ ഡോക്ടർ പാസ്റ്റർ പ്രസംഗിക്കുന്നതിന് മുമ്പ് ദൈവവചന ഘോഷണത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ചുമതല വന്നത് എൻ്റെ മേലാണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു. ഓക്കെ, അത് കഴിഞ്ഞ് അദ്ദേഹം പ്രസംഗിക്കാൻ ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ആദ്യോടന്തം ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം ഇമോഷണലി ആളുകളെ ചാർജ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചത് എന്തെന്നാ, കർത്താവേ, നിൻ്റെ സ്വരം കേൾക്കാൻ ഞങ്ങൾ കൊതിയോടെ ആയിരിക്കുന്നു. നിൻ്റെ അഭിഷിക്തനെ വളരെ ദൂരെ നിന്ന് അയച്ചത് ഞങ്ങളുടെ ആത്മീയ വർധനവിനും ഞങ്ങളെ വചനത്തിൽ ഉറപ്പിക്കാനും ഞങ്ങളുടെ പ്രത്യാശ വർദ്ധിക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ പ്രാർത്ഥിച്ചത്. അദ്ദേഹം മെസ്സേജ് കൊണ്ടുപോയി കൺക്ലൂഡ് ചെയ്തത് ഇയ്യോബ് 42:10. അവിടെ ഒരു ആരവാരവം തന്നെയായിരുന്നു. പിന്നെ കുറച്ച് നേരത്തേക്ക് ഈ വാക്യം വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇയ്യോബിന് ഇരട്ടി മടക്കി കൊടുത്തു എന്നാണ് പറയുന്നത്. നോക്കണേ, ഇയ്യോബിന് ഇരട്ടി മടക്കി കൊടുത്തതിൻ്റെ കാര്യകാരണം എന്നാ? ഇയ്യോബിൻ്റെ പുത്രസമ്പത്ത്, നാൽക്കാലി സമ്പത്ത്, തൻ്റെ ശാരീരിക നിലവാരം എന്നു വേണ്ട തൻ്റെ സകലതും നഷ്ടപ്പെട്ട മനുഷ്യനാണ്. അതേസമയം യാക്കോബെന്നും ഓർത്തഡോക്സിന്നും കത്തോലിക്കെന്നൊക്കെ പതിയെ ഊർന്നിറങ്ങി വന്ന ആൾക്കാരാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നവർ. സ്നാനപ്പെട്ട് പെന്തിക്കോസിൻ്റെ ഭാഗമായതാണേ. അവരോട് പറയുകയാണ് എല്ലാം ഇരട്ടി തന്നേക്കാന്ന്. കേട്ടോണ്ടിരിക്കുന്ന ആ അമ്മാമ്മയുടെ മൂത്ത മോൻ ന്യൂയോർക്കിലാ, രണ്ടാമത്തെ മോള് കുവൈറ്റിലാ, മൂന്നാമത്തെ ചെറുക്കൻ ഭയങ്കര പഠനം പഠിച്ചുകൊണ്ടിരിക്കുക ശാസ്ത്രജ്ഞനാകാൻ വേണ്ടി. ആ അമ്മാമ്മയും കോരിത്തിരിക്കുകയാണ് ഇരട്ടി കിട്ടുമെന്ന് കേട്ടപ്പോൾ. ഒരു ഹൃദയ തകർച്ചയുണ്ടെങ്കിൽ സ്വർഗത്തിൽ ദൈവം ഈ വാക്യത്തിന്റെ അർത്ഥമൊക്കെ നമുക്ക് തുറന്നു തരില്ലേ? നമ്മൾ എന്തിനാ കത്തോലിക്ക, ഓർത്തഡോക്സ്, യാക്കോബെ വിട്ട് ഇതിലേക്ക് വന്നത്? ഇപ്പൊ ഞാൻ സാമ്പിളിന് 1-2 വാക്യങ്ങളെ പറഞ്ഞില്ലേ. 4 ഡോക്ടറേറ്റുള്ള മെത്രാച്ചൻ അറിയാൻ മേലാത്ത കാര്യമാ സാധുക്കളായ നമുക്ക് സ്വർഗത്തിലെ ദൈവം തുറന്നു തന്നത്. നിങ്ങൾ ഓർക്കണം, പല മെത്രാച്ചന്മാർക്കും 1-2 ഡോക്ടറേറ്റ് ഉണ്ട്. അപൂർവം ചിലർക്ക് 2, 3, 4 ഡോക്ടറേറ്റ് ഒക്കെ ഉള്ളവരുണ്ട്. അവരൊന്നും ഇത് വായിച്ചാൽ അവർക്ക് ഒന്നും പിടികിട്ടില്ലെന്നേ. അവർക്ക് വചനം അറിയില്ലെന്നൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നോ. അയ്യോ, ഇനി നാളെ കംപ്ലൈൻറ്റ് പറയരുത്. സജി പാസ്റ്റർ മൊത്തം മെത്രാന്മാരെ അധിക്ഷേപിച്ചു, അവർക്ക് ഒന്നും അറിയില്ല, സജി പാസ്റ്റർക്ക് മാത്രം എല്ലാം അറിയാവൂ എന്നൊന്നും ആരും കംപ്ലൈൻറ്റ് പറഞ്ഞേക്കരുത്. ഞാൻ പറഞ്ഞു വന്നത് മെജോറിറ്റി മെത്രാന്മാർക്കും ഇതിൻ്റെ ഒന്നും ഉള്ളടക്കം പിടികിട്ടിയിട്ടില്ല, ഇതിൻ്റെ ആഴം അവർക്ക് മനസ്സിലായിട്ടില്ലെന്നാണ്. അതേസമയം വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന്, വീണ്ടും ജനനാനുഭവത്തിലേക്ക് വന്ന തൻ്റെ ജനത്തിന്, അവർക്ക് വേണ്ടി തൻ്റെ അഭിഷിക്തന്മാരിലൂടെ സ്വർഗത്തിലെ ദൈവം അതിൻ്റെ പൊരുൾ തിരിച്ചു കൊടുക്കുക. അപ്പോൾ ഈ 2 വാക്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ട് അതിൻ്റെ അർത്ഥമൊന്നും പറഞ്ഞില്ലല്ലോ എന്നായിരിക്കും പലരും ചിന്തിക്കുന്നേ. മുന്നമേ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ സാമ്പിളിന് 2 വാക്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചതാണ്. നമ്മുടെ വാത്സല്യ സഹോദരങ്ങൾ അവരുടെ ആ കൂട്ടായ്മയോടുള്ള ബന്ധത്തിൽ എന്നെ മീറ്റിങ്ങിന് 2-3 ദിവസത്തേക്ക് വീണ്ടും വിളിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഞാൻ അവിടെ കടന്നു ചെന്ന് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അവതാളത്തിലാവുന്ന ഞാൻ പറഞ്ഞത്. ഒരു സാമട്ടിലങ്ങ് പോയി ഒരു സാമട്ടിലൊരു പ്രസംഗം പ്രസംഗിച്ചിട്ട് പോരുകയാണെങ്കിൽ അവർക്ക് സന്തോഷം, എല്ലാവർക്കും സന്തോഷം. അങ്ങനെ പോയി വരുന്നതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അതിനൊക്കെ ആരെങ്കിലുമൊക്കെ പോയി പ്രസംഗിക്കട്ടെ നീ. അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ പോയി പ്രസംഗിക്കട്ടെ. നമുക്ക് വഴിയിൽ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ആ ആളോട് സുവിശേഷം പറഞ്ഞാൽ അതിലും തൃപ്തി ലഭിക്കും. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഏറ്റെടുക്കാനോ അംഗീകരിക്കാനോ മനസ്സില്ലാത്ത ആളുകളുടെ നടുവിൽ ഒരു തവണ പോയി പറഞ്ഞല്ലോ, ഇനി എന്തിനാ വീണ്ടും പോയി പറയുന്നേ? അവർക്കത് അനുഗ്രഹമായില്ല. അതിൻ്റെ കാരണം എന്തായിരിക്കും സഹോദരങ്ങളെ? സജി പാസ്റ്റർ പോയി പ്രസംഗിച്ച ന്യൂ ജനറേഷൻ ചർച്ചിലൊന്നും അല്ല കേട്ടോ, അതിപുരാതന പെന്തിക്കോസ് ചർച്ചുകളിലാണ്. അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ, അനേക വാക്യങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് 2000 കൊല്ലമായിട്ടും അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. 2 കൊരിന്ത്യർ 8:9 ഇപ്പൊ പറഞ്ഞ ഇയ്യോബിന്റെ പുസ്തകത്തിലെ ഇതുപോലെ ഒത്തിരി വാക്യങ്ങളുണ്ടെന്നേ. 1, 2, 3 ഒന്നുമല്ല, വാക്യങ്ങൾ അസംഖ്യം കിടക്കുകയാണ്. ക്രിസ്ത്യ ജീവിതത്തിലെ കഷ്ടങ്ങൾ, അതുപോലെ അനുഗ്രഹം, നന്മ, ഇങ്ങനെയൊക്കെയുള്ള ടോപ്പിക്കുകളുണ്ട്. ആ കാര്യത്തിലൊക്കെ നമുക്ക് ഒരു ശരിയാവണ്ണമുള്ള വെളിപ്പാട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ആത്മീയത്തിൽ 1 ഇഞ്ച് മുന്നോട്ട് പോകില്ല. ഇസ്രായേൽ സെയീർ പർവ്വതത്തിന്റെ ചുറ്റും കിടന്ന് കറങ്ങിയില്ലേ? എത്രയാണ്ടാ കറങ്ങിയത്? ഏതാണ്ട് 10-38 വർഷമാണ് കിടന്ന് കറങ്ങിയത്. സെയീർ പർവ്വതത്തിന് ചുറ്റും ഇസ്രായേൽ കറങ്ങിയെന്നുള്ള വാക്യം എടുത്തൊന്ന് വായിച്ചേ. മിസ്രൈമിൻ്റെ ഇരുമ്പുലയിൽ നിന്ന് വിടുവിച്ച് ചെങ്കടലും കടത്തി മരുഭൂമി വഴിയായി അങ്ങനെ മരുഭൂമിയിലൂടെ കൊണ്ടുപോകുമ്പോൾ അവർക്ക് മന്ന പൊഴിച്ചു കൊടുക്കുകയാണ്.
അങ്ങനെ അവരെ കൊണ്ടുപോകുന്ന പാലും തേനും ഒഴുകുന്ന വാഗ്ദത്ത ഭൂമിയിലേക്കാണ്. പക്ഷെ മരുഭൂമിയിൽ അവരെ പരിശോധിച്ച പരിശോധനകളിൽ അവർ പരാജയപ്പെട്ടു. അവർ മരുഭൂമിയിൽ ചുറ്റിക്കറങ്ങേണ്ടി വന്നു. അതിൻ്റെ സാഹചര്യമൊക്കെ നമ്മൾ നല്ല കൃത്യമായ നിലയിൽ വിശദീകരിച്ചിട്ടുള്ളതാണ്. സംഖ്യാപുസ്തകത്തെയും മറ്റ് ചില പുസ്തകങ്ങളെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് അതിൻ്റെ വിശദീകരണത്തിലേക്ക് വന്നിട്ടുണ്ട്. സൗരങ്ങളെ ആവർത്തന പുസ്തകം 2-ാം അധ്യായമാണ് ഇപ്പോൾ വായിച്ചത്. ഡിയോട്രോണമി ചാപ്റ്റർ 2 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ താഴേക്ക് വായിക്കുമ്പോഴാണ് നമ്മൾ കാണുന്നത്, അനന്തരം യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ നാം തിരിഞ്ഞ് ചെങ്കടൽ വഴിയായി മരുഭൂമിയിലേക്ക് യാത്ര പുറപ്പെട്ടു. നാം ഏറിയ നാൾ സെയീർ പർവ്വതത്തെ ചുറ്റി നടന്നു. ഏറിയ നാൾ എന്ന് പറഞ്ഞാൽ 38 കൊല്ലമാണ് ചുറ്റിയത്. ഇങ്ങനെ കറങ്ങി, അതായത് കറങ്ങി പിന്നെ അവിടെ തന്നെ വരും, പിന്നെയും കറങ്ങും, ബോധമില്ലാതെ കറങ്ങിയെന്ന് പറയാം. ബോധം നഷ്ടപ്പെട്ട് കറങ്ങിയതുപോലൊരു കറക്കമായിരുന്നു. കറക്കത്തിൻ്റെ ഒടുക്കം വന്നപ്പോൾ പറയാണ്, പിന്നെ യഹോവ എന്നോട് കൽപ്പിച്ചത്, നിങ്ങൾ ഈ പർവ്വതം ചുറ്റി നടന്നത് മതി, വടക്കോട്ട് തിരുവിൻ. നിങ്ങൾ ഈ പർവ്വതം ചുറ്റി നടന്നത് മതി. മെജോറിറ്റി വിശ്വാസികൾ ഇതുപോലെ തെറ്റായ കാര്യങ്ങളുടെ ചുറ്റും കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. അവർക്ക് ട്രാക്ക് തുറന്ന് കിട്ടുന്നില്ലെന്നേ. അവർ ചുമ്മാ മരുഭൂമി കിടന്ന് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുക. കറങ്ങിയെടുത്ത് തന്നെ പിന്നെയും വരും, പിന്നെ അവിടെ തന്നെ കറങ്ങി വരും. ഈ കൊല്ലത്തെ ഡിസ്ട്രിക്ട് കൺവെൻഷന് പ്രസംഗിച്ച അതേ പ്രസംഗം തന്നെ അടുത്ത കൊല്ലവും പ്രസംഗിക്കുന്നു. നമ്മൾ ചടങ്ങിന് പോകുന്നു, വീണ്ടും പോകുന്നു. അങ്ങനെ ആണ്ടുകളും മാസങ്ങളും കാലങ്ങളും ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നോക്കി നിൽക്കുമ്പോഴാ തൊലിയൊക്കെ ചൊക്കി ചൊളിഞ്ഞു തുടങ്ങി, മുടിയൊക്കെ നരച്ചും തുടങ്ങി, ഓർമ്മയ്ക്കൊക്കെ ചെറിയ ഭംഗമൊക്കെ വന്നും തുടങ്ങി. പക്ഷെ സെയീർ പർവ്വതത്തെ ഇപ്പോഴും ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുക. ചില പാട്ടൊക്കെ നമ്മൾ പാടുമ്പോൾ, പാട്ട് പണ്ടാരോ എഴുതി വെച്ചതാണ്, നമുക്ക് പാടാതെ തരവില്ല. പാട്ട് പാടുമ്പോൾ നമുക്ക് വചനത്തെക്കുറിച്ച് നിശ്ചയമുണ്ടെങ്കിൽ നമ്മൾ കാര്യം മനസ്സിലാക്കും. അതായത് പഴയകാല പെന്തക്കോസിലൊരു പഠിപ്പീരും ഒരു ബോധ്യങ്ങളുമായിരുന്നു. അതായത് ഇസ്രായേൽ മിസ്രൈം വിടുന്നു, ചെങ്കടൽ കടക്കുന്നു, മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്നു, പിന്നീട് അവർ യോർദാൻ കടക്കുന്നു, വാഗ്ദത്ത ഭൂമി വരുന്നു. ഇതാണല്ലോ അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത്. അതിനെ പുരാതന പെന്തിക്കോസ്ത് ധരിച്ചിരുന്നത്. അതൊരു കുറ്റമായിട്ട് നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. നമുക്ക് ആ കാലത്ത് പ്രിയപ്പെട്ടവരിൽ നിന്ന് കൂടുതൽ വെളിപ്പാട് തന്നത് മഹാകരുണയും കൃപയും മാത്രമാണ്. നമ്മുടെ ഒരു വിശുദ്ധിയോ മിടുക്കോ സമർപ്പണമോ ഒന്നുമല്ല. ദൈവത്തിന് നമ്മളോട് കരുണ തോന്നിയിട്ട് അവർക്ക് മനസ്സിലാകാത്ത കാര്യം നമുക്ക് മനസ്സിലാക്കി തന്നു. ഒരിക്കൽ ഒരു സഹോദരി എന്നെ വിദേശത്ത് നിന്ന് വിളിച്ചു. ആ സഹോദരിയുടെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു TPM ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പം ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു പോയ കൂട്ടത്തിൽ പ്രിയപ്പെട്ടവരോട് ഞാൻ പറഞ്ഞു, ഈ വക കാര്യത്തെക്കുറിച്ചൊക്കെ എങ്ങനെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അതായത് ഈ കനാൻ എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ചൊക്കെ എങ്ങനെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. നമ്മൾ പാടുന്ന പഴയ പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, മരണയോർദാൻ, അതായത് യോർദാനെ മരണവുമായിട്ട് ചിത്രീകരിച്ചിട്ട് മരണശേഷം നമ്മൾ വാഗ്ദത്ത ഭൂമിയിലേക്ക് കടക്കുന്നു എന്നുള്ള നിലയിലാണ് ആ കാലഘട്ടത്തിലെ പഠിപ്പീര്. അപ്പം ആ വാത്സല്യ സഹോദരിക്കും ആ കാര്യത്തെക്കുറിച്ച് കാര്യമായ ഒരു ഗ്രാഹ്യമില്ല. കാരണം പണ്ട് മുതലേ അവരുടെ സൺഡേ സ്കൂൾ മുതൽ പഠിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഏതാണ്ട് ഓൾമോസ്റ്റ് എല്ലാ പെന്തിക്കോസും അങ്ങനെയൊക്കെ തന്നെയാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. കാരണം നമ്മുടെ ഒത്തിരി പാട്ടുകൾ അങ്ങനെയാണ്. യോർദാനക്കരെ കാണുന്നു എൻ വാഗ്ദത്ത ദേശം, അങ്ങനെയല്ലേ പാട്ട്, അങ്ങനെയാ പാട്ട്. അപ്പം ഞാൻ ആ പ്രിയപ്പെട്ടവരോട് പറഞ്ഞേ, എൻ്റെ കയ്യിൽ TPMൻ്റെ കിതാബ് ഇരിപ്പുണ്ട്. ആ കിതാബിൻ്റെ ഇത്രാമത്തെ പേജിൽ എഴുതി വെച്ചിരിക്കുകയാണ് നമ്മുടെ മരണശേഷം നമ്മൾ കനാനിലേക്ക് പ്രവേശിക്കുന്ന കാര്യം. നമ്മുടെ മരണശേഷം നമ്മൾ കനാനിലേക്ക് പ്രവേശിക്കും എന്നുള്ള നിലയിലാണ് ടീച്ചിങ് കിടക്കുന്നത്. അപ്പോൾ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു മരുഭൂ സമാനമായ ജീവിതം എന്നുള്ളതാണ് പുരാതനമായ പെന്തക്കോസ്റ്റ് ലോകം പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. നമ്മുടെ പാട്ടുകളെല്ലാം അങ്ങനെയാണ്. അതായത് ഒരു സത്യക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ മരുഭൂമിയുടെ അനുഭവമുണ്ട്. എല്ലാ കാലത്തും മരുഭൂമിയിൽ ജീവിക്കുക എന്നുള്ളതല്ല ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. മരുഭൂമി എന്ന് പറയുന്നത് നമ്മൾ വേഗം താണ്ടണം. ഇസ്രായേൽ മരുഭൂമി ചുറ്റിക്കറങ്ങേണ്ടി വന്നതിൻ്റെ പിന്നിൽ പരിശോധനയിൽ പരാജയപ്പെട്ടു പോയതുകൊണ്ടാണ്. അവരോട് വാഗ്ദത്ത ഭൂമി പോയി കൈവശമാക്കിക്കൊള്ളാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവർ പ്രമാണിമാരെല്ലാം കൂടെ ഒരുമിച്ച് കൂടിയിട്ടൊരു തീരുമാനത്തിലെത്തി, നമ്മുടെ ഇടയിൽ നിന്ന് 12 പ്രഭുക്കന്മാരെ തിരഞ്ഞെടുക്കാം, അവർ പോയി ഉറ്റുനോക്കിയിട്ട് വരട്ടെ, സ്പൈ വർക്ക്, നല്ല വർത്തമാനം കൊണ്ടുവരട്ടെ, എന്നിട്ട് നമുക്ക് കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചിട്ട് പോയി കൈവശമാക്കാമെന്നുള്ള ആയിരിക്കും ചിന്തിച്ചത്. എന്തായാലും അവരുടെ ആഗ്രഹപ്രകാരം അത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഹിതമല്ലായിരുന്നു നമ്മൾ വചനത്തിൽ നിന്ന് തെളിയിച്ചിട്ടുണ്ട്. നമ്മൾ സംഖ്യാപുസ്തകം വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ഹിതമാണെന്ന് തോന്നിപ്പോകും. എന്നാൽ വേറെ ഭാഗത്ത് അതിൻ്റെ ഉത്തരം നമ്മൾ കണ്ടെത്തിയിട്ടുള്ളവരാണ്.
അങ്ങനെ ഈ പുള്ളികൾ തിരിച്ചു വന്ന് ദുർവർത്തമാനമാണ് കൊടുത്തത്. എന്തിന് പറയണു? 40 കൊല്ലം മരുഭൂമിയിൽ ചുറ്റി കറങ്ങേണ്ടി വന്നു. ദൈവത്തിൻ്റെ പദ്ധതിയൊന്നും അല്ല അത് അവരുടെ ബുദ്ധിമോശം കൊണ്ട് സംഭവിച്ച കാര്യമാണ്. ദൈവത്തിൻ്റെ പദ്ധതി അവരെ മരുഭൂമിയിലൂടെ തന്നെ കൊണ്ടുപോകേണ്ടതുണ്ട്. അങ്ങനെ മരുഭൂമിയിലൂടെ കൊണ്ടുപോയി യുദ്ധാഭ്യാസം വരുത്തി അവിടെ സീഗോനുണ്ട്, ഓഗുണ്ട്, പിന്നെ അമലേക്യരോടുള്ള യുദ്ധമുണ്ട്. അങ്ങനെ സാമ്പിൾ യുദ്ധങ്ങളൊക്കെ നടത്തി ചെറിയ തോതിൽ യുദ്ധമൊക്കെ പഠിപ്പിച്ച് യോർദാൻ കടന്നങ്ങ് വന്നു കഴിഞ്ഞാൽ പിന്നെയാണ് പൊടി പൂരം. യുദ്ധം മുഴുവനും അവിടെയാണ്. ഒരു സത്യക്രിസ്ത്യാനിയുടെ ജീവിതം എന്ന് പറയുന്നത് നാം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വരുന്നത് ദൈവരാജ്യത്തിലേക്കാണ്. അങ്ങനെ നാം വന്നിരിക്കുന്ന ദൈവരാജ്യം നാം കോൺക്വർ ചെയ്യണം, അഥവാ പൊസസ് ചെയ്യണം, നാം പിടിച്ചടക്കണം, കൈവശമാക്കണമെന്ന്. ഇസ്രായേലിന് കനാൻ ഓഫർ ചെയ്തിരിക്കുന്നു, നമുക്ക് ദൈവരാജ്യം ഓഫർ ചെയ്തിരിക്കുന്നു. അവർ ലിറ്ററൽ യുദ്ധങ്ങൾ നടത്തണം, നാം സ്പിരിച്വൽ യുദ്ധങ്ങൾ നടത്തണം. രണ്ടുപേർക്കും പാലും തേനും ഒഴുകുന്ന അനുഭവം വെച്ചിരിക്കുന്നത്. അവർ ലിറ്ററലി പാലും തേനും അനുഭവിക്കും, നാം സ്പിരിച്വലി അനുഭവിക്കും. അല്ലാതെ നമ്മൾ ലോകാവസാനം വരെ മരുഭൂമി കിടന്ന് കറങ്ങുക എന്നുള്ളതല്ല ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്ന വിശദമായൊരു പ്രസംഗം നമ്മൾ മുന്നമേ പ്രസംഗിച്ചിട്ടുണ്ട്. ആ പ്രസംഗത്തിൻ്റെ ഹെഡിങ് എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? ഞാനും ഓർക്കുന്നില്ല, ചുമ്മാ ഒരു ഓർമ്മയെന്ന് പറയാം. നിങ്ങൾ വാസ്തവമായും വാഗ്ദത്ത ഭൂമിയിലോ അതെയോ നിങ്ങൾ മരുഭൂമിയിലോ അങ്ങനെ മറ്റോ അന്നത്തെ ഹെഡിങ്. ആ പ്രസംഗം കേട്ടിട്ട് പല ദൈവദാസന്മാരും എന്നെ വിളിച്ചു. ഹേയ്, എന്താ ഈ പറയുന്നത്? ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാകുന്നത്? ഞങ്ങൾ ഇന്നലെ വരെ പഠിച്ചതും പഠിപ്പിച്ചതും അങ്ങനെയല്ലല്ലോ, നിങ്ങളിപ്പോൾ ഇങ്ങനെ പറഞ്ഞ് എങ്ങനെ ശരിയാവുമെന്ന് ചോദിക്കുന്നത്. പിന്നെ എന്ത് വേണമെന്ന് ചോദിച്ചു ഞാൻ അവരോട്. നിങ്ങൾ പഠിപ്പിച്ച പോലെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ പഠിപ്പിച്ചത് മരണശേഷം കനാനിലേക്ക് പ്രവേശിക്കുന്ന. നമ്മൾ അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. നല്ല ഉശിരുള്ള സമയത്ത് കനാനിലേക്ക് പ്രവേശിക്കണമെന്നുള്ളതാണ്. ചത്ത് കഴിഞ്ഞിട്ടല്ല കനാനിലേക്ക് പ്രവേശിക്കുന്നത്. കനാൻ സ്വർഗത്തിന്റെ നിഴലല്ലെന്നേ. കനാൻ സ്വർഗത്തിന്റെ നിഴലല്ല. ഇവിടുത്തെ ടീച്ചിങ് അങ്ങനെയാ കിടക്കുന്നത്. പിന്നെ എങ്ങനെ ആത്മീയമായി മുന്നോട്ട് പോകും? ഈ സെയീർ പർവ്വതത്തെ ഇങ്ങനെ ചുറ്റി 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 കറങ്ങുന്നതിന്റെ കാരണം മനസ്സിലായോ? ഇവിടുത്തെ ടീച്ചിങ്സ് ഇങ്ങനെയാണ് കിടക്കുന്നത്, പാട്ടുകൾ അങ്ങനെയാണ് കിടക്കുന്നത്. ചില ഫേമസ് ആയിട്ടുള്ള ഓർഗനൈസേഷന്റെ അവരുടെ ബുക്കുകളിൽ അവരുടെ പൂർവന്മാര് പഠിപ്പിച്ചു വെച്ചതൊക്കെ അച്ചടിച്ചു വെച്ചിരിക്കുകയാണ്. അതിലൊക്കെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. സഹോദരങ്ങളെ, അവരെയൊന്നും അപമാനിക്കാൻ വേണ്ടി പറഞ്ഞതല്ല നമ്മൾ. ആ ടീച്ചിങ്ങിന്റെ ദൂഷ്യം എന്ന് പറയുന്നത് വലിയ ദൂഷ്യമാണ്. ക്രിസ്ത്യാനിറ്റി ഡിഫൈൻ ചെയ്തു വരുമ്പോൾ അതിൻ്റെ ത്രില്ല് ജനം അനുഭവിക്കുന്നില്ല. അവർ മരുഭൂമിയിൽ 21 ദിവസം ഉപവാസ പ്രാർത്ഥനയും വെച്ച് കുറേ കറക്ക് കമ്പനികളെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പ്രസംഗിക്കാൻ വിളിക്കും. ഈ കഴിഞ്ഞ ദിവസം ഒത്തിരി സഹോദരങ്ങൾ എനിക്കൊരു പോസ്റ്റർ അയച്ചു തന്നു. അത് ഞാൻ കണ്ടില്ലെങ്കിൽ കണ്ടോട്ടെ എന്ന് ഓർത്തായിരിക്കും അവർ അയച്ചു തന്നത്. ഒരാളൊന്നും അല്ലെന്നേ അയക്കുന്നത്, ഒത്തിരി പേരെ അയക്കുന്നത്. ഒരു 10-30 ഉപദേശിമാരുടെ തല, അവരുടെ പോപ്പുലാരിറ്റിക്ക് അനുസരിച്ച് അവരുടെ തലയ്ക്ക് വലിപ്പമുണ്ട് കേട്ടോ. പോസ്റ്ററിൽ അവിടെ തല ഒതളങ്ങിയ പോലത്തെ തലയാ പോപ്പുലാരിറ്റി ഉള്ളവരുടെ. ഈ പുതിയ ഉപദേശിമാരുടെയൊക്കെ കൊച്ചു തലയാ, കുഞ്ഞു തല, അങ്ങനെ ചെറിയ തല. അതിൻ്റെ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ. ആ പോസ്റ്ററിൽ ഇതെല്ലാം കൂടെ ഉൾക്കൊള്ളിക്കണ്ടേ. ഇവർ സീനിയർ പാസ്റ്റേഴ്സ് അല്ലേ, അവരുടെ തല ഇച്ചിരി വലുതായിട്ടിരുന്നു എന്ന് ഓർത്ത് കുഴപ്പമൊന്നുമില്ല, അതിനകത്ത് തെറ്റൊന്നുമില്ല. അപ്പോൾ ഈ അയച്ച ആളുകളൊക്കെ അതിന് അടിക്കുറിപ്പായിട്ട് എനിക്ക് എഴുതി വിട്ടിരിക്കുക. കണ്ടില്ലേ, ന്യൂ ജനറേഷൻ പെന്തക്കോസ് ആൾക്കാരും പെന്തക്കോസിലെ പാസ്റ്റർമാരെന്ന്. ഞാൻ സൂക്ഷിച്ച് നോക്കിയപ്പോൾ അതിനകത്ത് പെന്തക്കോസിലെ ഒറ്റ പാസ്റ്ററും ഇല്ല. പെന്തക്കോസിലെ പാസ്റ്റർമാരെന്ന് മുൻകാലത്ത് ഗണിച്ചിരുന്ന ആൾക്കാരുടെ ഫോട്ടോ ഉണ്ട് അതിനകത്ത്. അവരൊന്നും പെന്തക്കോസുമായിട്ട് ഒരു ബന്ധത്തിലും അല്ല ഇപ്പോൾ സഞ്ചരിക്കുന്നതെന്നുള്ളത് നമ്മുടെ ഈ സാധുക്കളായ മനുഷ്യർ അറിയുന്നില്ല. അവരെല്ലാം സെയീർ പർവ്വതത്തെ ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഈ ഫോട്ടോയിൽ കണ്ട 10-30 ആൾക്കാർ അവർ സെയീർ പർവ്വതത്തെ ചുറ്റിക്കൊണ്ടിരിക്കുന്നവരാണ്. അവരുടെ മുമ്പിൽ കേൾക്കാൻ വന്നിരിക്കുന്നവർ ഈ പർവ്വതത്തെ ചുറ്റിക്കൊണ്ടിരിക്കുന്നവരാണ്. ഈ ജനമൊന്നും വാഗ്ദത്ത ഭൂമിയിലേക്കൊന്നും കടക്കുന്നില്ലെന്നേ. വാഗ്ദത്ത ഭൂമിയിലേക്ക് കടന്ന് പാലും തേനും ഒഴുകുന്ന അനുഭവങ്ങൾ പ്രാപിക്കേണ്ടതുണ്ട്. ഇവർ പറയുന്നത് കേട്ടിട്ടില്ലേ, പ്രാപിച്ചോ പ്രാപിച്ചോ എന്നൊക്കെ. അത് എവിടെ കിടന്ന ഇവന്മാർ ഈ പ്രാപിച്ചോ എന്ന് പറയുന്നത്? മരുഭൂമി കിടന്നാ പറയുന്നത്. മരുഭൂമിയിലല്ലെന്നേ ദൈവത്തിൻ്റെ കാര്യപരിപാടി. തൻ്റെ കാര്യപരിപാടി വാഗ്ദത്ത ഭൂമിയിലാണ്, പ്രോമിസ്ഡ് ലാൻഡിലാണ്. അവിടെയാണ് പാലും തേനും. അല്ലാതെ ഇവിടെയല്ല. ഇവിടെ കിടന്ന് കൊച്ചമ്മ കരച്ചിലോട് കരച്ചില്ല. അച്ഛനും അമ്മാമ്മയും കൂടെ ഉടുത്തൊരുങ്ങി നേരത്തെ പോയിരിക്കുക. അതെന്നാ ഇന്ന് വരുന്നത് പ്രവാചകൻ എവിടെ നിന്നാണ് വരുന്നത്? സെയീർ പർവ്വതത്തെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് പുള്ളി. അച്ചായനും അമ്മാമ്മയോ അവരും 10-38 വർഷമായിട്ട് മരുഭൂമി ചുറ്റിക്കൊണ്ടിരിക്കുക. ഇപ്പം എന്തിനാ നേരത്തെ വെച്ച് പിടിപ്പിച്ചേ? മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ആലോചന കിട്ടുകയാണെങ്കിൽ നല്ലതാണല്ലോ. എന്താ ആലോചനയാ?
പർവ്വതത്തെ ചുറ്റിക്കറങ്ങുമ്പോൾ അമ്മാമ്മയുടെ ഉള്ളിലൊരു ആഗ്രഹമുണ്ട്. അതെവിടെ എഴുതിയിരിക്കുന്നത്? സംഖ്യാപുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിലോ മറ്റോ. സംഖ്യാപുസ്തകം 20-ന്റെ 5. ഈ വല്ലാത്ത സ്ഥലത്ത് ഞങ്ങളെ കൊണ്ടുവരുവാൻ നിങ്ങൾ മിസ്രയീമിൽ നിന്ന് ഞങ്ങളെ പുറപ്പെടുവിച്ചത് എന്തിന്? ഇവിടെ വിത്തും അത്തിപ്പഴവും മുന്തിരിപ്പഴവും മാതളപ്പഴവും ഇല്ല, കുടിപ്പാൻ വെള്ളവുമില്ല എന്ന് പറഞ്ഞു. എന്ത് ചെയ്യും സൗരി? ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ സൗരി? പറ, അതും കൂടെ പറ. എന്ത് ചെയ്യണം? നമ്മുടെ അച്ചാനും അമ്മാമയും നേരത്തെ വന്നു, ഒരു ദൂത് അവർക്ക് ആവശ്യമാണ്. അവരെ സംബന്ധിച്ച് അവർക്ക് മുന്തിരിപ്പഴവും മാതളപ്പഴവും അത്തിപ്പഴവും ഒക്കെ ആവശ്യം. എന്ത് ചെയ്യുമെന്ന് പറ. എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ? സഹോദരിയുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? ഒരു സൊല്യൂഷൻ ഉണ്ടോ? ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നെ, ഞാനത് അങ്ങനെ തന്നെ പാസ് ചെയ്തോളാം. ഇപ്പോൾ 11 മണിക്കാണ് മീറ്റിങ്. 11:05 വന്നാലും മതിയായിരുന്നു. പക്ഷേ നേരത്തെ കാലത്തെ 10 മണിക്ക് എത്തി. കിടന്നിട്ട് കിടക്കപ്പുറതിയിൽ ആകപ്പാടെ പ്രശ്നമാണ്. അത്തിപ്പഴം, മുന്തിരിപ്പഴം, മാതളപ്പഴം ഇതെല്ലാം ആഗ്രഹിച്ച് നിൽക്കുകയാണ്. 10 മണിക്ക് നേരത്തെ വന്നിരിക്കുക. എന്താ ഒരു അഡ്വൈസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്? എന്താ അഡ്വൈസ് കൊടുക്കാൻ പറ്റും? ഈ അച്ചാനും അമ്മാമ്മയ്ക്കും രണ്ടുപേരെയും കൂട്ടിയായിട്ടാണ് പറഞ്ഞു. ഇനി കേസും കൂട്ടായിട്ട് വരരുത്, രണ്ടുപേരെയും ചേർത്താ പറഞ്ഞേക്കുന്നത്. ഇവര് ഈ ഒരു പ്രതീക്ഷയിലാണ് വന്നിരിക്കുന്നത്. എല്ലാവരോടും ചോദിച്ചേക്കാം, സൗകര്യം ഒന്ന് തുടങ്ങി വെച്ചേ. ഇന്നൊന്നും ഞാൻ പ്രസംഗിക്കാൻ വന്ന പ്രസംഗമല്ല ഇതൊന്നും. ഞാൻ പ്രസംഗിക്കാൻ വന്നവിടെ 2 പത്രോസ് 3:17 തുടങ്ങേണ്ടത്. ഇങ്ങനെയൊന്നും അല്ല പ്രസംഗം തുടങ്ങേണ്ടത്. ഈ മനുഷ്യരെ നിങ്ങൾക്കൊരു കമ്പാഷൻ ഇല്ലാത്ത എന്താ? അവർ 10 മണിക്ക് നേരത്തെ വന്ന ഒരു ദൂത് കേൾക്കാൻ വേണ്ടിയിട്ടല്ലേ. അവർക്ക് ഈ കാര്യങ്ങളൊക്കെ ആഗ്രഹമുണ്ടെന്നേ. അവരുടെ ജീവിതത്തിൽ ചില വിടുതലുകൾ, ചില നന്മകൾ, ചില ഇതെല്ലാം ആഗ്രഹമുണ്ട്, ആവശ്യമുണ്ട്. നമുക്ക് എന്താ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നേ? ഞാൻ മൈക്ക് കൈമാറുക, സഹോദരന്മാരുടെ ഭാഗത്തേക്ക് വിടുക. സഹോദരന്മാരാരെങ്കിലും ഒന്ന് മണി പോലെ പറഞ്ഞേ. സഹോദരന്മാരെ ആരെങ്കിലും ഒരാളെന്ന് പറഞ്ഞേ. ഈ രാവിലെ നേരത്തെ കാലത്തെ വന്നിരിക്കുന്ന ഇവരോട് എന്താ പറഞ്ഞു കൊടുക്കണ്ടേ? അവർ അത്തിപ്പഴം, മുന്തിരിപ്പഴം, മാതളപ്പഴത്തിന് വേണ്ടിയൊക്കെ കാത്തിരിക്കുന്നു. ആവർത്തന പുസ്തകം 2 വെച്ച് ചിന്തിക്കുകയാണ്. നിങ്ങൾ ഈ പർവ്വതത്തെ ചുറ്റിക്കറങ്ങി നടന്നത് മതി, വടക്കോട്ട് തിരിവിനെന്നാ പറഞ്ഞത്. നിങ്ങൾ വടക്കോട്ട് തിരിവിൻ, കാദേശ് ബർന്നയിലേക്ക് തിരിയണം. ഷിത്തീമിലൂടെ നിങ്ങൾ യോർദാൻ കടക്കണം. നേരെ കടന്നു ചെല്ലുന്ന സ്ഥലമാണ് ഗിൽഗാൽ. ഞാനിതൊക്കെ എൻ്റെ ഓർമ്മയിൽ നിന്നാ കേട്ടോ പറയുന്നത്. നിങ്ങളെന്താ ഇങ്ങനെയൊന്നും പറയാത്തത്? നമ്മളെല്ലാം ഒരു പാത്രത്തിൽ നിന്നല്ലേ കഴിക്കുന്നത്? നമ്മളിപ്പോൾ ഇവിടെ ഒരുമിച്ചല്ലേ ഇത് സെർവ് ചെയ്യുന്നത്? സൗരകളെ, നമ്മൾ ഒരുമിച്ചാണിത് ധ്യാനിക്കുന്നതും ചിന്തിക്കുന്നത്. ഒരു പാത്രത്തിൽ നിന്ന് എല്ലാവരും തിന്നുന്നത്. നിങ്ങളുടെ പങ്ക് ഞാൻ കൂടുതലെടുത്ത് കഴിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് തരാതെ 2 കഷ്ണം കൂടുതൽ ഞാനെടുത്ത് കഴിക്കുന്നുണ്ടോ? അങ്ങനെയൊന്നും അല്ലല്ലോ. നമ്മൾ ഒരുമിച്ചല്ലേ മഞ്ഞും മഴയും കൊള്ളുന്നേ. എനിക്ക് കൂടുതൽ മഴയും നിങ്ങൾക്ക് കുറച്ച് മഴയാണോ തമ്പുരാൻ പെയ്യിപ്പിക്കുന്നത്? അങ്ങനെയൊന്നും അല്ലല്ലോ. കഴിഞ്ഞ ദിവസം മഴ പെയ്യുന്ന കാര്യം നമ്മുടെ സൺഡേ മീറ്റിങ്ങിൽ വന്ന ആളുകളുണ്ടല്ലോ ഇവിടെ. സൺഡേ മീറ്റിങ്ങിൽ വന്നവർ ആ മഴ പെയ്യുന്നതും ആ മഴ പെയ്യുന്ന വാക്യമൊന്ന് വായിച്ചേ. എൻ്റെ വചനം മഴ പോലെ പെയ്യൂന്ന് പറഞ്ഞത് എവിടെയാ? ആ വാക്യം എടുത്തൊന്ന് വായിച്ചേ വേഗം. ഇപ്പം മനസ്സിലായോ ഞാൻ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ മീറ്റിങ്ങിൽ ആളുകളെ വിളിക്കില്ലാത്തത്? പുതുതായിട്ടൊരു മനുഷ്യനെയും മീറ്റിങ്ങിലേക്ക് വിളിക്കാത്തതിൻ്റെ കാരണം ഇതൊന്നൊരു പെന്തക്കോസ്ത് ശൈലിയല്ല ഇപ്പം നമ്മൾ ഈ കാണിക്കുന്നൊന്നും. പെന്തക്കോസ്ത് രീതി എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഒരു പാസ്റ്റർ വന്ന് പോഡിയത്തിൻ്റെ അവിടെ നിൽക്കുന്നു, ബൈബിൾ തുറന്നു വയ്ക്കുന്നു, അദ്ദേഹം പ്രസംഗിക്കുന്നു, പ്രസംഗം കഴിഞ്ഞ് പോയി കസേരയിലിരിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നു, പിന്നെ പുള്ളിയുടെ പാട്ടിന് പോകുന്നു. അല്ലാതെ ആളുകളെ ഇങ്ങനെ ധർമ്മസങ്കടത്തിലാക്കുവോ ഏതെങ്കിലും പാസ്റ്റർ ആക്കുവോ? ജ്യോതി, കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്താ ജ്യോതി ചിന്തിച്ചത്? തൻ്റെ വചനം 32 ആവർത്തനം, ഡ്യൂട്രോണമി ചാപ്റ്റർ 32 വേഴ്സ് 2 വായിച്ച് കേൾപ്പിച്ചേ. മഴ പോലെ എന്റെ ഉപദേശം പൊഴിയും, എന്റെ വചനം മഞ്ഞു പോലെ ഇളം പുല്ലിന്മേൽ പൊടിമഴ പോലെയും സത്യത്തിന്മേൽ മാൻ പോലെയും ചൊരിയും. അപ്പൊ എന്റെ വചനം മഴ പോലെ പെയ്യും, അതുപോലെ ഇളം പുല്ലിൽ പൊടിമഴ പോലെയൊക്കെ പെയ്യൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉപദേശം പൊഴിയൂന്നാണ് പറയുന്നത്. ഉപദേശം പൊഴിയും. അതുപോലെ ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ കാര്യപരിപാടിയാണ് വെളിപ്പെടുന്നത്. അത് വെളിപ്പെടാത്തതുകൊണ്ടാണ് അച്ചാനും അമ്മാമയും രാവിലെ തന്നെ ആകെ സങ്കടപ്പെട്ട് പോയി എന്താകുമെന്നുള്ള വെപ്രാളത്തിൽ പോയിരിക്കുന്നത്. അത് ഈ മറ്റേ പുള്ളിക്കും അറിയാം.
അതുകൊണ്ട് പുള്ളി അത് വേണ്ട രീതിയിൽ പുള്ളി കൈകാര്യം ചെയ്യും. ശരിക്കും വായിച്ചതുപോലെ വടക്കോട്ട് തിരുവീൻ, നിങ്ങൾ ഈ ചുറ്റിക്കറങ്ങിയ പരിപാടി നിർത്ത്. അതിന് ശരിയായ ആൻസർ എന്താ? നിങ്ങൾ എത്രയും വേഗം വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കൂ. നിങ്ങൾ എന്തിനാണ് ഇവിടെ ചുറ്റിക്കറങ്ങി നടക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അയ്യം വിളിക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ബോധമില്ലാതെയല്ലേ ഈ കാണായ കാലം മുഴുവൻ ഈ പെന്തിക്കോസ് കളിച്ച് കറങ്ങി നടന്നത്. ഈ കാണായ കാലം മുഴുവൻ പെന്തിക്കോസാന്ന് പറഞ്ഞ് കറങ്ങി നടന്ന് എതിലെയാ? ചുമ്മാ മരുഭൂമി കറങ്ങി മുടി മുഴുവൻ നരച്ചു, അത്ര തന്നെ. ഈ കാണായ കാലം മുഴുവൻ ഈ മരുഭൂമി കറങ്ങി മുടി നരച്ചെന്നല്ലേ ഉള്ളൂ. വചനത്തിൽ തിട്ടമുള്ളവരായോ? ആത്മാവിൽ ആ കരുത്തിലേക്ക് വന്നോ? വന്നില്ല. അതല്ലേ ഈ വെപ്രാളത്തിന്റെ കാരണം. എന്താന്നേ ലൈഫിൽ ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ വെപ്രാളം കൂടുന്നത്? ഉള്ളിൽ വചനമില്ല. നമ്മളോട് ആരും ചോദ്യമൊന്നും ചോദിക്കുന്നില്ല. പ്രസംഗിച്ച് നമ്മളെ കോരിത്തെരിപ്പിക്കുകയാണ് ലോകത്തിലുള്ള എല്ലാ പാസ്റ്റർമാരും. അവരുടെ വിചാരം അവരെല്ലാം പ്രസംഗിച്ച് നമ്മളിങ്ങനെ കേട്ടിരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ കൂടിവരവുകളിൽ മാർത്തമാരും ഉണ്ട്, മറിയമാരും ഉണ്ട്. ഈ രണ്ടുപേരും ഉണ്ടെന്നുള്ള ചിന്തയിൽ വേണം ശുശ്രൂഷകരെ ശുശ്രൂഷിക്കാൻ. എല്ലാവരും നല്ല അംശം തിരഞ്ഞെടുത്ത് ആത്മാവിൽ ഇങ്ങനെ അങ്ങനെയൊന്നും അല്ലെന്നേ. ഈ മനുഷ്യരെല്ലാം പല ചിന്തകളും ഭാരങ്ങളാലുമാണ് വരുന്നത്. അവരാത്മീയമായി മുൻപോട്ട് പോകുന്നില്ല. അവരിങ്ങനെ കറങ്ങുകയാണ്. അത് ആത്മാവിൽ കണ്ടുകൊണ്ട് ശുശ്രൂഷകർ ശുശ്രൂഷിക്കണം. അവർ കറങ്ങുകയാണ് സാധുക്കളായ മനുഷ്യർ. വചനം വെളിപ്പെട്ട് കിട്ടുന്നില്ല. ശുശ്രൂഷകർ വെളിപ്പെടുത്തി കൊടുക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, പ്രധാനപ്പെട്ട സംഘടനയുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുക മരണശേഷം യോർദാനിൽ കയറുമെന്ന്. മരണത്തിന് മുമ്പ് വരെയുള്ള ആ ദീർഘമായൊരു കാലമുണ്ടല്ലോ നമ്മുടെ ക്രിസ്തീയ ജീവിതം, അത് മരുഭൂമിയിൽ സെയീർ പർവ്വതത്തെ ചുറ്റിക്കറങ്ങി അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ടീച്ചിങ്. അപ്പോൾ മരണശേഷം നമ്മൾ കനാനിലേക്ക് കടക്കുക എന്ന് പറഞ്ഞ് അതിലെ ഫൂളിഷ്നെസ് എന്താണ്? ആ ടീച്ചിങ്ങിൻ്റെ മണ്ടത്തരം എന്താണ്? ലോക മണ്ടത്തരം എന്താണ്? ആ മണ്ടത്തരം എന്താണെന്ന് ഒരു വാക്കിൽ ആരെങ്കിലും പറയാവോ? എങ്ങനെയാണ് ആ ടീച്ചിങ്ങിനെ നമ്മൾ മറികടക്കുന്നത്? അതൊരു മണ്ടൻ ടീച്ചിങ് ആണ്, അതൊരു തെറ്റായ വ്യാഖ്യാനമാണെന്ന് നമ്മൾ എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്? മരണശേഷമല്ല ഒരു ക്രിസ്ത്യാനി കനാന്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് നമ്മൾ പറയുമ്പോൾ എങ്ങനെ പ്രൂവ് ചെയ്യാം? അതൊരു പ്രധാനപ്പെട്ട കാര്യം വെച്ചിട്ടാണ് നമ്മളത് പ്രൂവ് ചെയ്യുന്നത്. ഞാനാ പറഞ്ഞ ഓർഗനൈസേഷനും അതുപോലെ മെജോറിറ്റി പെന്തിക്കോസ്തും മരണശേഷം കനാനിലേക്ക് പ്രവേശിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അവരെല്ലാം. നമ്മൾ പറയുന്നത് അത് മണ്ടത്തരമാണ്, ഫൂളിഷ്നെസ്സാണ്. അങ്ങനെയല്ല, അതല്ല ബൈബിളിൻ്റെ വെളിപ്പാട്. നമ്മൾ നമ്മുടെ ലൈഫിൽ തന്നെ കനാനിലേക്ക് പ്രവേശിക്കണം. കനാൻ സ്വർഗത്തിൻ്റെ നിഴലല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ആ കാര്യം പ്രൂവ് ചെയ്യുന്നത്? ഒരു സിംഗിൾ കാര്യം പറഞ്ഞാൽ ക്ലിയർ ആവുന്ന കാര്യമുള്ളൂ. നോ അതൊന്നുമല്ല. ഈ പറഞ്ഞ നാം ജീവനോടിരിക്കുമ്പോൾ കനാനിലേക്ക് പ്രവേശിക്കണം. കനാൻ സ്വർഗത്തിൻ്റെ നിഴലല്ല. ഇസ്രായേലിന് ദൈവം കൊടുത്ത പ്രോമിസ്ഡ് ലാൻഡിൻ്റെ പേരാണ് കനാൻ. നമുക്ക് ലഭിച്ചിരിക്കുന്ന വാഗ്ദത്തത്തിൻ്റെ പേരാണ് ദൈവരാജ്യം. അവർ അക്ഷരികമായ കനാനിലേക്ക് പ്രവേശിക്കുന്നു, നാം സ്പിരിച്വൽ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. അതിൽ ചില മെത്തേഡ്സ് ഉണ്ട്. അവിടെ എല്ലാം ലിറ്ററലാണ്, ഇവിടെ എല്ലാം സ്പിരിച്വലാണ്. ഓക്കെ, അപ്പോൾ കനാൻ അങ്ങനെയല്ലെന്ന് പറയുമ്പോൾ അത് സിമ്പിളായൊരു വാക്കിലൂടെ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാം. ഇവിടെ ഒരുത്തി അകത്തിരുന്ന് പറയുക, പാസ്റ്ററുടെ ഭാര്യ എന്താ പറഞ്ഞത്? കനാനിൽ യുദ്ധം ഉണ്ടെന്ന്. സ്വർഗത്തിൽ യുദ്ധമില്ല. മരണശേഷം നമ്മൾ കനാനിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ മരിച്ചിട്ട് യുദ്ധം ചെയ്യാൻ പോവാണോ? ഇത് എത്ര വട്ടം പറഞ്ഞിട്ടുള്ളതാ? സൗരങ്ങളെ, നമുക്ക് സമയമായി, നമുക്ക് ആശീർവാദം പറയാം. എനിക്ക് ബ്ലഡ് തിളയ്ക്കുന്നുണ്ട്, ചെറുതായിട്ട് തിളച്ചു തുടങ്ങി. ഇനി പ്രസംഗം വരില്ലെന്ന് എനിക്ക് തോന്നണേ. അതായത് ഇസ്രായേലിനെ ഫെലിസ്ത്യ ഹൈവേയിലൂടെയല്ല കൊണ്ടുപോയത്. കനാനിലേക്ക് 2 പ്രധാന വഴിയുണ്ട്. ഒന്ന് ഫെലിസ്ത്യ ഹൈവേ ഉണ്ട്, അതിലൂടെ പോയി കഴിഞ്ഞാൽ 1-2 ദിവസം കൊണ്ട് അവർ കനാനി വരും, സിമ്പിളായിട്ട് അങ്ങ് വരും. അത് കഴിഞ്ഞ് വേറൊരു റൂട്ടും കൂടെ ഉണ്ട്. ആ റൂട്ടിലൂടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാഴ്ചയോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ സമയമെടുത്ത് അങ്ങ് എത്താം. പക്ഷെ സ്വർഗത്തിലെ ദൈവം തൻ്റെ പ്ലാനും പദ്ധതിയും പ്രകാരം അവരെ റമസേസിൽ നിന്ന് വിടുവിച്ച് എല്ലാവരെയും സുക്കോത്തിൽ എത്തിച്ചു. സുക്കോത്തിൽ നിന്ന് അവരെ നേരെ ചെങ്കടലിൻ്റെ കരയിലേക്കാണ് കൊണ്ടുവന്നത്. ചെങ്കടലിൻ്റെ കരയിൽ ആ ക്രോസ് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പേരെന്താണെന്ന് ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? ചെങ്കടൽ ക്രോസ് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പേര് ബൈബിളിലൊന്നുമില്ല. ഞാൻ പല പ്രസംഗത്തിലും പറഞ്ഞിട്ടുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേര്, ക്രോസ് ചെയ്യുന്ന ആ സ്ഥലത്തിൻ്റെ പേര് നെവിവ ബീച്ച് എന്ന് പറയും.
ആ നെവീവ ബീച്ച് ക്രോസ് ചെയ്ത് കയറി വരുന്ന സ്ഥലത്തിൻ്റെ പേരാണ് മിദ്യാൻ, പഴയ മിദ്യാൻ. ആ മിദ്യാൻ്റെ മോഡേൺ നെയിമാണ് ജിദ്ദ. സൗദി അറേബ്യയിലെ ജിദ്ദയിലേക്കാണ് കയറി വരുന്നത്. സീനായി പെനിൻസുലയിലൂടെ സഞ്ചരിച്ച് നെവീവ ബീച്ചിലേക്ക് വരും. അവിടെ ഒരു സ്ഥലത്ത് മാത്രമേ ചെങ്കടൽ ക്രോസ് ചെയ്യാനുള്ള വഴിയുള്ളൂ. ചെങ്കടലിൻ്റെ ആ ഭാഗങ്ങളിലെല്ലാം കിഴുക്കാൻ തൂക്കമായിട്ടുള്ള പാറ പോലെ ഇരിക്കുന്ന സ്ഥലമാണ്. ആളുകളെല്ലാം കടലിലേക്ക് എടുത്തി ആടേണ്ടി വരും. അതേസമയം ഈ പറയുന്ന സ്ഥലത്ത് ഒരു ഹൈവേ പോലെ ഇങ്ങനെ പാറ ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുകയാണ്. അതിന് നടുവിലൂടെ ഇങ്ങനെ കടന്നു പോവാം. അതിലൂടെയാണ് അവരെ നടത്തി കടലിലേക്ക് ഇറക്കിയതും കടലിൽ അവർക്ക് വേണ്ടി പാതയൊരുക്കി മറുകര എത്തിച്ചതും. അപ്പോൾ അങ്ങനെ അവരെ റമസേസിൽ നിന്ന് വിടുവിച്ച് സുക്കോത്തിലെല്ലാവരും കൂടി അവിടെ നിന്ന് മാർച്ച് ചെയ്ത് ചെങ്കടലിൻ്റെ കരയിൽ വന്നു. ചെങ്കടൽ ക്രോസ് ചെയ്തവർ മരുഭൂമിയിലേക്ക് പ്രവേശിച്ചു. അതായത് ഇന്നത്തെ മോഡേൺ സൗദി അറേബ്യയാണ് ഈ പറയുന്ന സ്ഥലമൊക്കെ. അങ്ങനെ മിദ്യാൻ്റെ ഭൂപ്രദേശത്തേക്ക് പ്രവേശിച്ചു. അങ്ങനെ പ്രവേശിച്ച ആ ഒരു ഭാഗത്ത് നമ്മൾ കാണുന്ന സ്ഥലങ്ങളാണ് മാറ, എലീം, റഫിദീം, പിന്നെ ഹോരേബ്. ഇതിലൂടെയൊക്കെ ചുറ്റിക്കറങ്ങി പിന്നീട് അവർ സെയ്ർ പർവ്വതത്തിലേക്ക് വരികയാണ്. അങ്ങനെ മുൻപോട്ട് വരുന്ന സമയത്താണ് പുറപ്പാട് ദിവസം 17-ാം അധ്യായം നമ്മുടെ ഓർമ്മയിൽ വരും. അവിടെയാണ് അമലോക്കുമായിട്ടുള്ള യുദ്ധം. അമലോക്യരുമായിട്ടുള്ള യുദ്ധം കഴിഞ്ഞ് പിന്നെ മുൻപോട്ട് വരുമ്പോഴാണ് സീഗോനും ഓഗുമായിട്ടുള്ള യുദ്ധങ്ങൾ. ഈ യുദ്ധങ്ങളൊന്നും മേജർ യുദ്ധങ്ങളല്ല, നോട്ട് ചെയ്തോണം കേട്ടോ. ഇതൊന്നും മേജർ യുദ്ധങ്ങളല്ല, മൈനർ യുദ്ധങ്ങളാണ്. അങ്ങനെ ഇസ്രായേലിനെ യുദ്ധാഭ്യാസം വരുത്തുകയാണ്. മിസ്രൈം വിട്ട് ചെങ്കടൽ കടന്ന് മരുഭൂമിയിലേക്ക് വന്ന അവരുടെ ജീവിതത്തിൽ പരിശോധനകൾ ആരംഭിക്കുകയാണ്. മാറ, എലീം, റഫീദീം, അങ്ങനെ ഓരോരോ ഭാഗങ്ങളും നമ്മളെടുത്ത് പഠിക്കുമ്പോൾ അവിടെ എല്ലാം പരിശോധനകൾ വരുന്നു. മരുഭൂമിയുടെ അനുഭവങ്ങൾ കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ടുള്ള നമ്മുടെ സൺഡേ മെസ്സേജിൽ മന്നായുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളുണ്ട്. അവർ പുറപ്പെട്ടു വന്ന് ആദ്യ സമയത്തുള്ള പരിശോധന, പുറപ്പാട് 15-ാം അധ്യായത്തിൽ വെള്ളത്തിന് വേണ്ടിയുള്ള പിറുപിറുപ്പ്, 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഭക്ഷണം, അപ്പത്തിന് വേണ്ടിയുള്ള പിറുപിറുപ്പ്. അങ്ങനെ അവർ അപ്പമൊക്കെ കിട്ടി മുൻപോട്ട് പോയി. ഏതാണ്ട് ഒരു വർഷക്കാലം മുൻപോട്ട് പോയതിന് ശേഷം സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ അവർ ഭക്ഷിച്ചുകൊണ്ടിരുന്ന അപ്പം അഥവാ മന്ന, ആ മന്നയൊന്നും അവർക്ക് ടേസ്റ്റ് ഉള്ളതായിട്ട് ഫീൽ ചെയ്യാത്തൊരു സാഹചര്യം വന്നു. അവർ വിട്ടുപോകുന്നതിന് ഓർക്കാൻ തുടങ്ങി. ഇറച്ചിക്കലങ്ങളുടെ ടേസ്റ്റ് അവരുടെ മൂക്കിലടിക്കുന്ന പോലെ അവർക്ക് തോന്നി. അങ്ങനെ അവർ പിറുപിറുക്കാൻ ആരംഭിച്ചു. അപ്പോൾ പുറപ്പാട് 15, പുറപ്പാട് 16, സംഖ്യ 11, ഇങ്ങനെ പല ഭാഗങ്ങളുമായിട്ട് നമ്മൾ കാണുകയാണ്. അങ്ങനെ മരുഭൂമിയിലെ പരിശോധനകളിൽ പലതിലും അവർ പരാജയപ്പെടുന്നു. പിന്നീട് അവരൊരു തെറ്റായ തീരുമാനത്തിലെത്തുന്നു. അതാണ് ഉറ്റുനോക്കാൻ ആളുകളെ അയക്കുക എന്നുള്ളത്. ഒരു തെറ്റായ തീരുമാനമായിരുന്നു, അതൊരു ദുരന്തമായിരുന്നു. അങ്ങനെയൊക്കെ അവർ ഇതിലെയൊക്കെ ചുറ്റിക്കിറങ്ങി. എന്തുവാകട്ടെ, 40 വർഷം അങ്ങനെ അങ്ങ് പോയി. മോശയുടെ മരണവും സംഭവിക്കുന്നു. യോശുവയുടെ നേതൃത്വത്തിൽ അവർ വാഗ്ദത്ത ഭൂമിയിലേക്ക് വരുന്നു. ആ വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിച്ചതിന് ശേഷം യെരിഹോവിൻ്റെ നെടുങ്കൻ കോട്ടയെ കാൽക്കീഴിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് ഹായ് പട്ടണം, അത് കഴിഞ്ഞ് യുദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു. ദേശം കൈവശമാക്കണം. അവിടെ 7ലധികം ജാതികളുണ്ട്. അവരെല്ലാം ബലശാലികൾ തന്നെയാണ്. പിന്നെ അവരെല്ലാം ബലശാലികളാണ്. അനാക്കിൻ്റെ പുത്രന്മാർ അവിടെ ഉണ്ടല്ലോ, മല്ലന്മാര്. എത്ര വലിയ മല്ലനാണെങ്കിലും സ്വർഗത്തിലെ ദൈവം അവരോട് കൂടെയുണ്ടല്ലോ. ദേശം കൈവശമാക്കാനല്ലേ പറയുന്നത്? അങ്ങനെയല്ലേ അവർ ദേശം കൈവശമാക്കുന്നത്? യുദ്ധം ചെയ്തല്ലേ കൈവശമാക്കുന്നത്? ഈ നിഴലിനെ നമ്മൾ എങ്ങനെ പുതിയ നിയമത്തിൽ കൊണ്ടുവരുമ്പോൾ മരണശേഷം നമ്മൾ കനാനിൽ എത്തുക എന്ന് പറഞ്ഞാൽ കനാനിൽ ചെന്ന് യുദ്ധം ചെയ്യാൻ പോവുകയാണോ? അപ്പോൾ പാലും തേനും ഒഴുകുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് നമ്മൾ അനുഭവിക്കുന്നത്? പാലും തേനും ഒഴുകുന്ന അനുഭവം എപ്പോൾ അനുഭവിക്കും? മരിച്ചു കഴിഞ്ഞിട്ടാണോ? ജീവനോടിരിക്കുമ്പോൾ വേണ്ടത് അനുഭവിക്കാൻ. അതാണ് ക്രിസ്ത്യാനിറ്റിയുടെ ത്രില്ലെന്ന് നമ്മൾ പറയുന്നത്, വിശ്വാസ ജീവിതത്തിൻ്റെ ആഴം. അപ്പോൾ നാം ജീവനോടിരിക്കുമ്പോൾ തന്നെയാണ് വാഗ്ദത്ത ഭൂമി കൈവശമാക്കേണ്ടത്. അപ്പോൾ ആ ജാതികളെ അവർ കാൽക്കീഴിൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞതുപോലെയാണ് ഗലാത്യ ലേഖനം 5-ാം അധ്യായമൊക്കെ പഠിക്കണം ഇതിനോടുള്ള ബന്ധത്തിൽ. ഈ വക പ്രവർത്തിക്കുന്നവരാരും ദൈവരാജ്യം അവകാശമാക്കില്ല. അപ്പോൾ ആ വക കാര്യങ്ങളെയെല്ലാം നമ്മൾ കാൽക്കീഴിലേക്ക് കൊണ്ടുവരണം. അവയെല്ലാം നമ്മൾ കാൽക്കീഴിലേക്ക് കൊണ്ടുവരണം. ഇതൊക്കെ മുന്നമേ പറഞ്ഞിട്ടുള്ള മെസ്സേജാണ്, റിപ്പീറ്റ് ചെയ്യപ്പെടുകയാണ്. ഈ കനാനുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ ആ ഒരു പ്രധാന ടീച്ചിങ് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് കനാൻ സ്വർഗത്തിൻ്റെ നിഴലല്ല, നമുക്ക് ലഭിക്കപ്പെട്ട വാഗ്ദത്തത്തിൻ്റെ നിഴലാണ്. നമുക്ക് ലഭിക്കപ്പെട്ട വാഗ്ദത്തം ദൈവരാജ്യമാണ്. അതിൻ്റെ നിഴലാണ് കനാൻ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് നമ്മൾ മുൻപോട്ട് വരുമ്പോൾ യോർദാൻ കടക്കണം.
യോർദാൻ കടന്ന് വാഗ്ദത്ത ഭൂമിയിലേക്ക് വരണം. സംഖ്യാപുസ്തകം 20:5 ആ ഇടയ്ക്ക് വായിച്ചത് ഓർക്കുന്നില്ലേ? ഇവർ രണ്ടുപേരും വളരെ നേരത്തെ വന്നിരിക്കുകയാണ് ഒരു ദൂത് കേൾക്കാൻ വേണ്ടി. ഈ വല്ലാത്ത സ്ഥലത്ത് ഞങ്ങൾ അകപ്പെട്ടിരിക്കുകയാണ്, ഞങ്ങൾ ഓർത്തഡോക്സ് വിട്ടു, ഞങ്ങൾ വിട്ടു. ഇവർ പറഞ്ഞതുപോലെ ഞങ്ങൾ വെള്ളത്തിലൊക്കെ ഇറങ്ങി, ഞങ്ങൾ ധാനപ്പെട്ടിട്ടപ്പോൾ 5-10 കൊല്ലം കഴിഞ്ഞു. പിള്ളേരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നില്ല, അച്ഛൻ്റെ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ ഒരു പച്ചപ്പ് കാണുന്നില്ല. മത്തം കുത്തിയ കുമ്പളങ്ങിയാണ് പറിക്കാൻ പറ്റുന്നത്, കുമ്പളത്തിൻ്റെ തൈ നട്ടാൽ പാവയ്ക്ക് പറിക്കാൻ പറ്റുന്നു. അങ്ങനത്തെ സാഹചര്യങ്ങൾ. കുമ്പളത്തിൻ്റെ അരി ഇട്ട് കഴിഞ്ഞാൽ മുളച്ചു വരുന്നത് പാവയ്ക്കാണ്. അങ്ങനത്തെ വല്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ, അല്ലേ? വല്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ. വല്ലാത്ത ഇടത്ത് ഞങ്ങളെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഞങ്ങൾ ശരിക്കും പറഞ്ഞ് ഞങ്ങളെ ഓർത്തഡോക്സിൽ നിന്നും യാക്കോബയിൽ നിന്നും വിടുവിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അവിടെ ഇറച്ചിക്കലമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് പോയിക്കൊണ്ടേനെ. നിങ്ങൾ ചുമ്മാ അതും ഇതൊക്കെ പറഞ്ഞാൽ വിളിച്ചിറക്കിയത്. അത്തിപ്പഴം കിട്ടും, മുന്തിരിപ്പഴം കിട്ടും, വിത്ത് കിട്ടും, മാതളപ്പഴം കിട്ടും എന്നൊക്കെ പറഞ്ഞ്. ഇവർക്ക് എന്ത് അഡ്വൈസാണ് കൊടുക്കേണ്ടതെന്ന് ഞാൻ ചോദിച്ചായിരുന്നു. അതിന് ഫലപ്രദമായ ഉത്തരവ് ആരും പറഞ്ഞില്ല. വടക്കോട്ട് തിരുവിൻ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അത് നമുക്ക് സ്വീകാര്യമായൊരു കാര്യമാണ്. വടക്കോട്ട് തിരുവിൻ എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ട് ആ വാക്യം തീർന്നു പോകലല്ലോ, അതിൻ്റെ വിശദീകരണം ഉണ്ടല്ലോ ഇനിയും. അവർ വടക്കോട്ട് തിരുവിൻ എന്ന് പറഞ്ഞാൽ ചുമ്മാ വടക്കോട്ട് തിരിഞ്ഞ് നോക്കിയിരുന്നാൽ മതിയോ? അവർ യോർദാൻ കടക്കണം. യോർദാൻ കടക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? നമ്മുടെ സ്വയത്തിൻ്റെ മരണമാണ്. ഞാനിനി എനിക്കായി ജീവിക്കുന്നില്ല, എനിക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. ഞാനിനി എനിക്കായി ജീവിക്കുന്നില്ല. യോർദാനങ്ങ് കടന്നു കഴിഞ്ഞാൽ സ്വയത്തിൻ്റെ മരണം എന്ന് ഞാൻ പറഞ്ഞത് അത് ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല, അത് നിരന്തരമായൊരു പ്രക്രിയയാണ്. നാം അനുദിനം സ്വയത്തിന് മരിക്കുകയാണ്. ഇതൊരു തിരിച്ചറിവാണ്. ശരാശരി പെന്തിക്കോസ്ത് ലോകത്ത് നിന്ന് നമ്മൾ വിടുതൽ പ്രാപിക്കുകയാണ്. യഥാർത്ഥ ആത്മീയതയിലേക്ക് നമ്മൾ വരികയാണ്. സോക്കോൾഡ് പെന്തിക്കോസ് പഠിപ്പിക്കുന്ന നേരെ പോക്കുണ്ടല്ലോ, ഈ മരുഭൂമിയിൽ മുന്തിരിപ്പഴം, അത്തിപ്പഴം, മാതളപ്പഴം ഒക്കെ തരാമെന്ന് പറഞ്ഞാണല്ലോ ഇവർ 21 ദിവസം ഉപവാസ പ്രാർത്ഥന വെച്ചിരിക്കുന്നത്. നിങ്ങൾ എന്താ വിചാരിച്ചത്? ഇപ്പം 21 പോയിട്ട് 44 ദിവസം എന്നാണ് കാണുന്നത്. ഇത്രയും നാൾ 40 ദിവസമൊക്കെ ആയിരുന്നു, ഇപ്പം 44 ദിവസമൊക്കെയാണ്, അല്ലേ? ഇത്രയും നാൾ 21 ദിവസവും 40 ദിവസമൊക്കെ ആയിരുന്നു, ഇപ്പം 44 ദിവസമായിട്ടുണ്ട്. ഈ 44 ദിവസം ഈ ആളുകളെ വിളിച്ചു കൂട്ടുന്നത് എന്തിനു വേണ്ടിയാ? ഈ മരുഭൂമിയിൽ ചുറ്റിക്കറങ്ങുന്ന ആളുകളോട് പറയാം മുന്തിരിപ്പഴം തരാം, അത്തിപ്പഴം തരാമെന്ന്. എവിടെ നിന്ന് കൊടുക്കാനാ? ചുമ്മാ കുറച്ചു നേരം വേർത്ത് കുളിച്ചിട്ട് വീട്ടിൽ പോകും, അത്ര തന്നെ. സ്വർഗത്തിലെ ദൈവം അവരോട് പറയുന്നത് എന്താ? നിങ്ങൾ തിരിഞ്ഞ് യോർദാൻ കടക്ക്, നിങ്ങൾ വാഗ്ദത്ത ഭൂമിയിലേക്ക് വാ. വാഗ്ദത്ത ഭൂമിയിൽ നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന കരുതലുകൾ എന്താണ്? ആവർത്തന പുസ്തകം 8-ാം അധ്യായം, ഡ്യൂട്രോണമി ചാപ്റ്റർ 8. അച്ഛനും അമ്മാമ്മയും രാവിലെ നേരത്തെ 10 മണിക്ക് വന്നാണല്ലോ, അവർക്ക് ബുദ്ധി പറഞ്ഞു കൊടുക്കുക നമ്മൾ. എന്താ ബുദ്ധി? നിങ്ങൾ യോർദാൻ കിടക്കണം, വാഗ്ദത്ത ഭൂമി കോൺക്വയർ ചെയ്യണം, പിടിച്ചടക്കണം. നിങ്ങളുടെ ഈ പൊത്തുവരുത്ത് പെന്തിക്കോസൊക്കെ മാറ്റി വെക്കണം. അപ്പോൾ ഈ നമ്മുടെ വാത്സല്യ അച്ചായൻ്റെ അമ്മാമ്മയുടെയും ആഗ്രഹം മരുഭൂമിയിൽ അത്തിപ്പഴം, മുന്തിരിപ്പഴം ഒക്കെയാണ്. അപ്പോൾ നമുക്ക് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ, സത്യസന്ധമായി പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. ഇതൊന്നും അവിടെ കിട്ടില്ല. ഇതൊന്നും കിട്ടുന്ന സ്ഥലമല്ല അവിടെ. അവിടെ ഈരുള്ളി, ചുറ്റുള്ളി, കുമ്പളങ്ങ, മത്തങ്ങ, പിന്നെ എന്നതാ മത്സ്യം, പിന്നെ എന്നാ ഇറച്ചിക്കലങ്ങൾ, ഇതൊക്കെയാണ് ഈ പറഞ്ഞ സ്ഥലത്ത് കിട്ടുകയുള്ളൂ. അതൊക്കെ വേണേൽ കിട്ടുമായിരിക്കും. അതേസമയം സ്വർഗീയമായ വാഗ്ദത്തം എന്ന നിലയിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ആവർത്തന പുസ്തകം 8-ന്റെ 7-8 വാക്യങ്ങൾ, അല്ലേ? 7-8-9 വാക്യങ്ങളിലേക്ക് വരുമ്പോഴാണ് അവിടെ നമ്മൾ കാണുന്നത്, നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. അത് താഴ്വരകളിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവുകളും തടാകങ്ങളും ഉള്ള ദേശം. അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവുകളും തടാകങ്ങളും ഉള്ള ദേശം. കോതമ്പും യവവും മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളനാരകമുള്ള ദേശം. ഒലിവ് വൃക്ഷവും തേനുമുള്ള ദേശം. സുഭിക്ഷമായി ഉപജീവനം കഴിക്കാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം. കല്ലിരുമ്പായിരിക്കുന്നതും മലകളിൽ നിന്ന് താമ്രം വെട്ടിയെടുക്കുന്നതുമായ ദേശം. എന്തെല്ലാം കാര്യങ്ങളാ! അതുപോലെ തന്നെ വേറെ ഭാഗത്ത് എഴുതിയിട്ടുണ്ട്, ഇവരെ കൊണ്ടുപോകുന്നത് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്കാണ്. ആ ദേശത്തെ പ്രത്യേകതയാണ് വായിച്ചത്. എന്താ വായിച്ചത്? ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടെ ലഭിക്കുമെന്ന്. എത്ര കൂട്ടം കാര്യങ്ങളുണ്ട് സൗരിമാരെ! അതായത് സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്ന കരുതൽ എന്ന് പറയുന്നത് വാഗ്ദത്ത ഭൂമിയിലാണ്, അല്ലാതെ മരുഭൂമിയിലല്ല. മരുഭൂമിയിൽ മന്ന ഭക്ഷിച്ച് അങ്ങനെ പോകാമെന്ന് മാത്രം. വാഗ്ദത്ത ഭൂമിയിലേക്ക് കയറിയതിന് ശേഷം,
അതായത് ഗിൽഗാലിൽ വന്നു അവർ. ഗിൽഗാലിൽ വന്ന് അവിടെ പാളയമടിച്ചു, അവിടെ കൃഷി ഇറക്കി. കൃഷിയുടെ ആദ്യ വിളവ് എടുക്കുന്ന അന്ന് വരെ മന്ന പൊഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ മന്ന പൊഴിഞ്ഞില്ല. പിന്നെ അവർക്ക് വേണ്ടി കരുതിയത് മേൽത്തരം കോതമ്പിൻ്റെ കാമ്പാണ് കരുതി വെച്ചത്. അതുപോലെ ഇപ്പോൾ വായിച്ചതുപോലെ 7 കൂട്ടം കാര്യങ്ങളാണ്, 7 പൂർണ്ണതയാണ് കാണിക്കുന്നത്. പൂർണ്ണതയെ സ്വർഗത്തിലെ ദൈവം അവർക്ക് വേണ്ടി കരുതി വെച്ച കരുതലുകൾ എന്ന് പറയുന്നത്, ഇവിടെ പറയുന്ന പല കാര്യങ്ങളും ക്രിസ്തു കേന്ദ്രീകൃതമായ കാര്യങ്ങളാണ്. അവിടെ കണ്ട മുന്തിരിപ്പഴത്തെ നമ്മൾ സംഖ്യാപുസ്തകത്തിൽ എങ്ങനെയാണ് കണ്ടത്? അവിടെ കണ്ട മുന്തിരി അതിൻ്റെ ഒരു ഇതള അടർത്തിക്കൊണ്ട് വന്നത് ഒരു കമ്പിൽ കെട്ടിവെച്ചാ കൊണ്ടുവന്നത്. എന്തൊരു മുന്തിരിപ്പഴമായിരുന്നു! ആ മുന്തിരിയുടെ പച്ചപ്പിലാണ് ഇവർ ജീവിക്കേണ്ടത്, ആ മാതളപ്പഴത്തിൻ്റെ, അത്തിപ്പഴത്തിൻ്റെ. അങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മേൽത്തരം കോതമ്പ് അവർക്ക് വേണ്ടി വെച്ചിരിക്കുന്നു. ഇതൊക്കെ ഭക്ഷിച്ച് കരുത്തോടെ നിന്ന് അവിടുത്തെ 7 ജാതികളെ കാൽക്കീഴിൽ കൊണ്ടുവരണം. ദേശം കൈവശമാക്കണം, സമ്പൂർണമായിട്ടും കൈവശമാക്കണം. എന്നിട്ട് വേണം നമുക്ക് പെട്ടിക്കകത്തേക്ക് പോയി കയറാനായിട്ട്. പെട്ടിക്കകത്തേക്ക് കയറിയിട്ട് നമ്മളൊരു പാട്ട് പാടും. എന്നാ പാട്ട്? ലോകേ ഞാനോട്ടം തികച്ചു. അല്ല, അന്നേരം ചില വാക്യങ്ങളൊക്കെ പറയില്ലേ? ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു. ഓട്ടം തികയ്ക്കുന്നത് എങ്ങനെയാ? ചുമ്മാ സെയ്ർ പർവ്വതത്തിന് ചുറ്റും 10-38 വർഷം കിടന്ന് കറങ്ങിയതാണോ ഓട്ടം തികച്ചെന്ന് പറയുന്നത്? എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നിങ്ങൾ ഈ കാണുന്ന പെന്തിക്കോസ് എല്ലാം ഈ പർവ്വതത്തിന്റെ ചുറ്റും കിടന്ന് കറങ്ങുന്നേ ഉള്ളൂ. പിന്നീട് കാണുന്ന ശവാടക്ക്, ആർഭാടപൂർവമായ ശവാടക്കാണെന്ന് കരുതി ഇവരാരും ഈ കനാന്റെ അനുഭവത്തിലേക്ക്, അല്ലെങ്കിൽ ഈ വാഗ്ദത്ത ഭൂമിയുടെ അനുഭവത്തിലേക്ക് വന്ന് പാലും തേനും ഒഴുകുന്ന അനുഭവത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല. അങ്ങനെ പ്രവേശിച്ചവനാണെങ്കിൽ അവൻ മരണത്തെ വെല്ലുവിളിക്കും. മരണത്തിന്റെ വിഷപ്പല്ലൊക്കെ തകർത്തതാ, അതിനെ വെല്ലുവിളിക്കും. അങ്ങനെ വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിച്ചവൻ, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ, ഒരു പുതിയ നിയമ ക്രിസ്ത്യാനിയുടെ ഭാഷയിൽ പറഞ്ഞാൽ, നമ്മുടെ വാഗ്ദത്തം നാം കോൺകർ ചെയ്യുന്നു, പിടിച്ചടക്കുന്നു, പൊസസ് ചെയ്യുന്നു, നമ്മുടേതാക്കി മാറ്റുന്നു, കൃഷി ഇറക്കുന്നു, അതിൻ്റെ വിളവ് ഭക്ഷിച്ചുകൊണ്ട് കരുത്തോടെ നിൽക്കുന്നു. അവിടെയാണ് പൗലോസ് പറയുന്നത്, ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുക്കില്ലെന്ന്. നിങ്ങൾ ആരും ആയിക്കൊള്ളട്ടെ, നിങ്ങൾ 22,000-ന്റെ പാസ്റ്ററോ 42,000-ന്റെ പാസ്റ്ററോ ആരും ആയിക്കൊള്ളട്ടെ, ഒരു നാഴിക പോലും ഞങ്ങൾ വഴങ്ങിത്തരില്ല. ഇതാണ് സത്യോപദേശം. ഇതാണ് മായമില്ലാത്ത ദൈവത്തിന്റെ വചനമായി പറഞ്ഞു തന്നത്. മായമില്ലാത്ത ദൈവത്തിന്റെ വചനമാണ് സെർവ് ചെയ്തത്. ഇപ്പോൾ ഇവിടെ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി വാഗ്ദത്ത ഭൂമിയിലാണ്, മരുഭൂമിയിലല്ല. മരുഭൂമിയിലൂടെ സഞ്ചരിക്കണം. അവിടെയാണ് നമ്മെ യുദ്ധാഭ്യാസം വരുത്തുന്നത്. ക്രിസ്തീയ ജീവിതത്തിലെ ബാലപാഠങ്ങൾ അഭ്യസിപ്പിക്കുന്ന അവിടെയാണ്. പരിശോധനകൾ, പലവിധമായ സാഹചര്യങ്ങൾ, ഇതിനെയെല്ലാം കടന്ന് നമ്മൾ മുൻപോട്ട് പോകണം. ഇതിനെയെല്ലാം മറികടന്ന് മുൻപോട്ട് വരുമ്പോൾ നാം പാപത്തിന് മരിച്ചവരാണ്, നാം ലോകത്തിന് മരിച്ചവരാണ്, നാം സ്വയത്തിന് മരിച്ചവരാണ്. അല്ലല്ലോ, നാം സ്വയത്തിന് മരിക്കുന്നവരായി തീരണം. അനുദിനം മരിക്കണം, അനുദിനം ക്രൂശിക്കപ്പെടണം. അത് മറ്റൊരു ഭാഷയാണ്. അനുദിനം ക്രൂശിക്കപ്പെടുകയാണ്, അനുദിനം ക്രൂശിക്കപ്പെടുകയാണ്. സ്വർഗത്തിലെ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതികളാണ് പറയുന്നത്. അനുദിനം ക്രൂശിക്കപ്പെടുകയാണ്. ദൈവത്തിന്റെ പദ്ധതികൾ, ദൈവത്തിന്റെ കാര്യപരിപാടികൾ, ഇതൊന്നും ഇന്ന് പല പ്രിയപ്പെട്ടവരും തിരിച്ചറിയുന്നില്ല സഹോദരങ്ങളെ. ഞാനൊരു ഉദാഹരണം പോലെയോ, അല്ലെങ്കിൽ ഞാനൊരു ഉദാഹരണം പോലെ പറഞ്ഞതാണ്. ഒരു ശുശ്രൂഷകന്റെ മുമ്പിലേക്ക് ഒരു ഭാര്യയും ഭർത്താവും കൂടെ, ഒരു അച്ചാനും അമ്മാവും കൂടെ വരുന്ന കാര്യം പറഞ്ഞല്ലോ. അവർക്ക് കൊടുക്കേണ്ട ഗൈഡൻസ് എന്താണ്? അവരെ കൈ പിടിച്ച് യോർദാൻ കടത്തണം. അതാണ് പുതിയ നിയമ ശുശ്രൂഷ എന്ന് പറയുന്നത്. അവരെ മരുഭൂമി കറക്കുക എന്നുള്ളതല്ല, അവരെ കൈ പിടിച്ച് യോർദാൻ കടത്തണം. അങ്ങനെ കടത്തണമെങ്കിൽ ശുശ്രൂഷകൻ യോർദാൻ കടന്നവനായിരിക്കണം. ശുശ്രൂഷകൻ ഭാര്യയ്ക്ക് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും മറ്റ് പലതിനും വേണ്ടിയും ജീവിക്കുന്നവനാണെങ്കിൽ അവനെ കൊണ്ട് ഈ ജമ്മത്ത് സാധ്യമല്ല. ഒന്നും ശുശ്രൂഷകൻ മരിച്ചവനായിരിക്കണമെന്നേ. ശുശ്രൂഷകൻ ബലിപീഠത്തിൽ കിടക്കണം, കത്തുന്ന ബലിപീഠത്തിൽ കിടക്കണം. അവിടെയാണ് വെളിപ്പാടുകൾ. എങ്കിൽ മാത്രമേ ലക്ഷ്യത്തിലെത്തുകയുള്ളൂ. എങ്കിൽ മാത്രമാണെന്ന് ഈ ജനത്തെ ആ ലക്ഷ്യത്തിൽ എത്തിക്കാൻ കഴിയൂ. ഒരു കാര്യം കൂടെ അതിൻ്റെ കൂട്ടത്തിൽ പൂരിപ്പിക്കാനുണ്ട് സഹോദരങ്ങളെ. സംഖ്യാപുസ്തകം 11-ാം അധ്യായം കൂടെ തുറന്ന്, സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിന്റെ 4 മുതൽ 6 വരെ ഒന്ന് വായിച്ചേ. പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി ദുരാഗ്രഹികളായി ഇസ്രായേൽ മക്കളും വീണ്ടും കരഞ്ഞുകൊണ്ട്,
ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആര് തരും? ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു. ഇപ്പോഴോ ഞങ്ങളുടെ പ്രാണൻ പൊരിഞ്ഞിരിക്കുന്നു. ഈ മഞ്ഞയല്ലാതെ ഒന്നും കാണുവാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ എന്താ കണ്ടത്? അവരുടെ ഒരു പിറുപിറുപ്പാണ് കണ്ടത്. അവരെന്താ പറയുന്നത്? പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതികൾ ദുരാഗ്രഹികളായി, ഇസ്രായേൽ മക്കളും വീണ്ടും കരഞ്ഞുകൊണ്ട്, അതായത് ഇസ്രായേൽ ചെങ്കടൽ കടന്ന് മുന്നോട്ട് പോന്നപ്പോൾ അവരുടെ കൂട്ടത്തിൽ സമ്മിശ്ര ജാതികൾ ഉണ്ടായിരുന്നു, മിക്സ് മൾട്ടിറ്റ്യൂഡ്, സമ്മിശ്ര ജാതികൾ. അവർ കരയാൻ തുടങ്ങിയപ്പോൾ കൂടെയുള്ള ഇസ്രായേലും കരയാൻ തുടങ്ങി. അതായത് ഇതൊക്കെ നേരത്തെ വിശദീകരിച്ചിട്ടുള്ളതാണല്ലോ, അതുകൊണ്ട് ഞാൻ അതിലെ വിശദീകരണത്തിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ അവർ കരഞ്ഞു, ഇസ്രായേലും കരഞ്ഞു. എന്നിട്ട് അവർ പറയാണ്, ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആര് തരും? ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു. അതിൻ്റെ 5-ാം വാക്യത്തിൽ 6 കൂട്ടം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത്, അല്ലേ? ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു. അതിനിപ്പോൾ ഓർക്കുക. ഇപ്പോഴോ ഞങ്ങളുടെ പ്രാണൻ പൊരിഞ്ഞിരിക്കുന്നു, ഈ മന്നയല്ലാതെ വേറെ ഒന്നും കിട്ടാനില്ലെന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത് 6 കൂട്ടം കാര്യങ്ങളാണ്. 7 പൂർണ്ണതയെ കാണിക്കുന്നു, 6 അപൂർണതയാണ് കാണിക്കുന്നത്. അതുപോലെ 6 എന്ന് പറയുമ്പോൾ നമ്മൾ ജനറലായിട്ട് പറയുന്നത് മനുഷ്യൻ്റെ സംഖ്യയാണ് 6. അപ്പോൾ മനുഷ്യൻ്റെ ചിന്തയാണ് നമ്മളിപ്പോൾ കണ്ടത്. മനുഷ്യൻ്റെ ചിന്ത എപ്പോഴും മിസ്രൈമിൽ ഉടക്കി കിടക്കും. ഈ ആയുസിൽ മാത്രം പ്രത്യാശയുള്ള കാര്യങ്ങളിൽ ഉടക്കി കിടക്കും. അതിനെ താലോലിക്കുന്ന, അതിനെ ഒന്നുകൂടെ ഒന്ന് തട്ടി ഉണർത്തുന്ന രീതിയിലാണ് ഇന്നത്തെ ഈ ഉപവാസ പ്രാർത്ഥനകളും കൺവെൻഷനുകളും പ്രസംഗങ്ങളെല്ലാം. ഈ ഈരുള്ളി, ചിറ്റുള്ളി, കുമ്പളങ്ങയ്ക്ക് വേണ്ടി ജനം മുഴുവൻ വരുന്നത്. അത് എന്നാ സൈസ് മീറ്റിംഗ് ആണെങ്കിലും അതിലെല്ലാം ആളുകൾ വരുന്നത് അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ കാര്യമല്ല കേട്ടോ പറഞ്ഞത്, നിങ്ങളുടെ ആരുടെയും കാര്യമല്ല പറഞ്ഞ്, പൊതു പെന്തക്കോസ് ലോകത്ത് നടക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അതേസമയം സ്വർഗത്തിലെ ദൈവം അവർക്ക് വേണ്ടി കരുതി വെച്ച കരുതലുകളാണ് നമ്മൾ ആദ്യം കണ്ടത്. ആ മുന്തിരിയെക്കുറിച്ചൊന്ന് ചിന്തിച്ച്, ആ കോതമ്പിനെ കുറിച്ചൊന്ന് ചിന്തിച്ച്, അതുപോലെ ആ ഓരോന്നിനെ കുറിച്ച് ചിന്തിച്ച്, അത് അവരുടെ ആയുസ്സിൽ അവർ ഭക്ഷിക്കണം. അതിൻ്റെ കരുത്തിൽ വേണം അവർ അവരുടെ ക്രിസ്തീയ ജീവിതം ഓടിത്തീർക്കാൻ. എന്നിട്ട് ഒടുക്കം പറയണം, ഞാൻ നല്ല പോർപരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്ന് ഒടുക്കമാണ് പറയുന്നത്. ഇതൊന്നും ഭക്ഷിക്കാതെ വളഞ്ഞു കുത്തി ഇരുന്നിട്ട് 5-6 പുത്തൻ കയ്യിലുള്ളത് കൊണ്ട് ഉള്ള സെൻട്രൽ പാസ്റ്റർമാരും ഉള്ള ഓവർസീയറും പ്രസിഡന്റും ഒക്കെ വന്ന് വലിയ ചവാടക്കൊക്കെ നടത്തും. അതുകൊണ്ടൊന്നും ഒരു കാര്യമായില്ലെന്നേ. എന്തായിരിക്കും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞാലത്തെ അവസ്ഥ എന്നുള്ളത് പെന്തിക്കോസുകാരാ നീ ചിന്തിക്കുന്നുണ്ടോ? അല്ലെ പെന്തിക്കോസുകാരി നീ ചിന്തിക്കുന്നുണ്ടോ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഈ മാർഗത്തിൽ വന്നതാ. വിലപ്പെട്ട ആയുസ് ലോക കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു. ആത്മീയ കാര്യത്തിനൊന്നും ഒരു ഗൗരവം കൊടുത്തില്ല. ചാച്ചി പാസ്റ്റർ 10 മിനിറ്റും കൂടെ കൂടുതലെടുത്തു. ഞങ്ങൾ നേരത്തെ പോവുക. അപ്പോൾ സഹോദരങ്ങളെ, അടുക്കും ചിട്ടയില്ലാതെയാണ് ഇന്ന് തുടങ്ങി വെച്ചത്. കഴിഞ്ഞ സൺഡേയിലെ മെസ്സേജിൻ്റെ ഒരു തുടർച്ച പോലെ ആയിപ്പോയി. കഴിഞ്ഞ സൺഡേയിൽ പറയാൻ വന്ന മെസ്സേജ് പറയാൻ പറ്റിയില്ല. പകരം ഒരു ശുശ്രൂഷകൻ തൻ്റെ കൂട്ടു സഹോദരങ്ങളുമായിട്ട് ഹൃദയം തുറന്ന് കാര്യങ്ങൾ പങ്കുവയ്ക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ പോയി. ആ മെസ്സേജ് യൂട്യൂബിലൊന്നും അപ്ലോഡ് ചെയ്യുന്നില്ലെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ പിന്നെ ഒരു ചിന്ത വന്നു, ആരെങ്കിലും എന്തെങ്കിലും പ്രയോജനപ്പെടുമെങ്കിൽ പെട്ടോട്ടെ എന്നോർത്ത് ഒരു നടത്തിപ്പ് തോന്നിയതുകൊണ്ട് അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തൊരു മനുഷ്യ കുഞ്ഞിനോട് ഞാൻ പറഞ്ഞില്ല അങ്ങനെ ഒരു മെസ്സേജ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന്. ആരോടും പറഞ്ഞില്ല, നിങ്ങളോട് ആരോടും പറഞ്ഞില്ല. നിങ്ങൾക്ക് ആർക്കും അതിൻ്റെ ലിങ്ക് ഒന്നും അയച്ചു തന്നില്ല. പക്ഷേ എങ്ങനെയൊക്കെയോ ആളുകൾ അറിഞ്ഞും കേട്ടു എന്ന് തോന്നുന്നു. ആരൊക്കെയോ അത് തുറന്നു നോക്കി. കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടത്. അതിൻ്റെ കീഴിൽ ചില പ്രിയപ്പെട്ടവരൊക്കെ അവിടെ കമൻ്റ് എഴുതിയിട്ടുണ്ട്. അതായത് സജി പാസ്റ്റർ ഇതിനകത്ത് വളരെ വൃണിത ഹൃദയനായിട്ടാണല്ലോ കാണുന്നതെന്ന്. സജി പാസ്റ്റർ ഈ മെസ്സേജിനകത്ത് കേൾക്കുമ്പോൾ വളരെ വൃണിത ഹൃദയനായിട്ടാണല്ലോ കാണുന്നതെന്ന്. അതായത് ജങ്ക് പൊട്ടിയതുപോലെ തോന്നുവാണെന്ന്. അങ്ങനെ വലിയ ജങ്കൊന്നും പൊട്ടിയിട്ടല്ല, ഇച്ചിരി വിഷമമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണ്. അതുപോലെ വേറെ ചില പ്രിയപ്പെട്ടവരൊക്കെ ഈ മെസ്സേജ് കേട്ടിട്ട് എനിക്ക് മെസ്സേജുകൾ അയച്ചു. ടെക്സ്റ്റ് മെസ്സേജോ അല്ലെ വോയിസ് മെസ്സേജോ ഒക്കെ ആയിട്ട് അയച്ചു. അത് അപ്ലോഡ് ചെയ്യാതിരുന്നെങ്കിൽ ഞങ്ങൾക്കതൊരു നഷ്ടമായി പോയാലും ഞങ്ങൾക്ക് അതിൽ നിന്ന് ചിലത് എന്തൊക്കെയോ കിട്ടിയെന്നൊക്കെ പറഞ്ഞു വന്നു. ഞാൻ അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഈ പ്രസംഗ പരിപാടിയൊക്കെ അവസാനിപ്പിച്ചിട്ട് വല്ല വനവാസത്തിന് പോയാലോ എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ടെന്ന്. ഞാൻ തമാശയൊന്നും പറഞ്ഞല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. അതായത് ഇതിങ്ങനെയൊന്നും പ്രസംഗിച്ചിട്ട് വലിയ കാര്യമില്ലെന്ന്. ആളുകൾ അത് സീരിയസ് ആയിട്ടൊന്നും എടുക്കുന്നില്ല. ആളുകൾ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ടിട്ട് നമ്മുടെ മുമ്പാകെ ഇത് പ്രസൻറ്റ് ചെയ്യുന്നു, പിന്നെ കേൾക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്നു. അപ്പം നമ്മൾ ആ സീരിയസ്നെസ്സിലേക്ക്, ആ തലയെടുപ്പിലേക്ക് വരണം എന്നൊക്കെ ആളുകൾ ചിന്തിക്കണ്ടേ.
അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല, ലേസി ആയിട്ടാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ പരിപാടി ഞാൻ അവസാനിപ്പിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ അവസാനിപ്പിച്ച പിന്നെ പാസ്റ്റർ എങ്ങനെയാണ് ജീവിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഇവിടെ അടുത്തൊക്കെ വനമുണ്ടെന്ന്, വനത്തിൽ പോയാൽ കായികനികൾ പറിക്കാം. അയ്യോ, കായികനികൾ പറിക്കുക, അവിടെ ഇങ്ങനെ തേനൊക്കെ കിട്ടും, അതൊക്കെ എടുത്ത് എങ്ങനെയെങ്കിലുമൊക്കെ ഉപജീവനം കഴിക്കാമല്ലോ. പ്രസംഗിച്ചതിൻ്റെ പേരിൽ കഞ്ഞി കുടിക്കാമെന്നൊന്നും അങ്ങനെ ഒരു ചിന്തയൊന്നും എനിക്കില്ല. പിന്നെ എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനായതുകൊണ്ട് എന്നെ നടത്തും, അതിലൊന്നും എനിക്ക് അശേഷം തരുമ്പും സന്ദേഹവുമില്ല. കാരണം അതുപോലൊരു അനുഭവത്തിലൂടെയൊക്കെ പോയിട്ടുള്ള ആളാണ് ഞാൻ. ആ വിശ്വസ്തത ഞാൻ ആവോളം ആസ്വദിച്ചിട്ടുള്ള മനുഷ്യനാണ്. അത്യത്ഭുതകരമായ കാര്യങ്ങൾ, അത്ഭുതം ഭക്ഷിച്ച മനുഷ്യനാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ടൊന്നും എനിക്ക് പേടിയൊന്നുമില്ല. കഴിഞ്ഞ സൺഡേയിൽ വിഷയത്തിലേക്ക് പ്രവേശിക്കണമെന്ന് ആഗ്രഹിച്ചെങ്കിലും സാധിച്ചില്ല. അവിടെയൊക്കെ ഞാൻ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. ഈ സാറ്റർഡേ മീറ്റിംഗ് പോലെയല്ല, സൺഡേയിൽ ഞാൻ ഒത്തിരി ഹൃദയം തുറന്ന്, നമ്മുടെ ചെറിയ കൂട്ടായ്മയല്ലേ, ആ കൂട്ടായ്മയിൽ ഞാൻ ഒത്തിരി തുറന്ന് സംസാരിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ അങ്ങനെ ഹൃദയം തുറന്ന് പല കാര്യങ്ങളും അവിടെ സംസാരിച്ചു വന്ന കൂട്ടത്തിലാണ് കഴിഞ്ഞ കുറേ ആഴ്ചകളായി നമ്മൾ വെളിപ്പാടുകളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. വെളിപ്പാടുകൾ, മന്നയെക്കുറിച്ച്. ആ വെളിപ്പാടുകൾ എത്രത്തോളം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു, നിങ്ങൾ എത്രത്തോളം അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വാംശീകരിച്ചു. നമ്മൾ ചെറിയ കാര്യമല്ല കണ്ടെത്തിയത്. അപ്പോൾ പല പ്രിയപ്പെട്ടവരും അതിൻ്റെ ആ ഗൗരവത്തിലേക്ക് വന്നിട്ടില്ല. അവർ ആ കാര്യം വീണ്ടും ചിന്തിച്ചിട്ടില്ല, ഹോംവർക്ക് ചെയ്തിട്ടില്ല, ആ ഭാഗങ്ങൾ വീണ്ടും പഠിക്കാനോ ധ്യാനിക്കാനോ ഒന്നും ശ്രമിച്ചിട്ടില്ലെന്നുള്ള കാര്യം കേട്ടപ്പോൾ പിന്നെ പാസ്റ്റർ വ്രണിത ഹൃദയനാകാതിരിക്കുമോ? നിശ്ചയമായും സങ്കടം വന്നു, ഭയങ്കരമായിട്ടൊരു സങ്കടം വന്നു. അധികം ഞാൻ പുറത്ത് കാണിച്ചില്ല, ചിരിച്ചുകൊണ്ടൊക്കെയാണ് പ്രസംഗിച്ചത്. അപ്പം പൗലോസ് പറഞ്ഞ പോലെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആകുമോ? ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ ചിലർ മാത്രം ആ മെസ്സേജ് കേട്ടിട്ടുണ്ടാവും, ഒരു 3-4 പേര് കേട്ടിട്ടുണ്ടാവും. ബാക്കിയുള്ളവരൊന്നും അത് കേൾക്കാനുള്ള ഒരു സാധ്യതയില്ല. കാരണം ഞാൻ അത് ആളുകൾ അധികം ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടി നല്ലൊരു ഹെഡിങ്ങോ നല്ലൊരു തംബ്നെയിലോ ഒന്നും കൊടുത്തില്ല. ആരെങ്കിലും തേടി പിടിച്ച് വന്ന് കേട്ടോട്ടെ എന്നോർത്താ. അതിൽ കുറേ കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ നോട്ട് ചെയ്ത കാര്യങ്ങളുടെ ഒരു കണ്ടിന്യൂവേഷനാണ് വചനത്തിൽ നിന്ന് നിങ്ങളോട് പറയാനിരുന്നത്. വഞ്ചനയുടെ ലോകം. ഒരു പിക്ചർ മാത്രം ഒന്ന് കാണിച്ചേ രതീഷേ, അത് കാണിച്ചങ്ങ് നിർത്താം. വഞ്ചനയുടെ ലോകം. കഴിഞ്ഞ ദിവസത്തെ മെസ്സേജിൽ നമ്മളൊരു വണ്ടി ചെരിഞ്ഞു പോകുന്ന കാണിച്ചില്ലേ? പലർക്കും അതെന്താണെന്ന് അറിയാതെ പോയി. അതുപോലെ തന്നെയാണ് ഇപ്പം നിങ്ങൾ കാണുന്ന ഈ പിക്ചറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാകുന്നത്? വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ഈ പിക്ചറിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാകും? ഇതിൻ്റെയൊക്കെ ചില വിശദീകരണങ്ങളിലേക്കാണ് എനിക്ക് വരേണ്ടിയിരുന്നത്. വഞ്ചനയുടെ ലോകത്തെ തുറന്നു കാണിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ആ ഒരു ട്രാക്കിലല്ല നമ്മളിന്ന് സഞ്ചരിച്ച്. ദൈവത്തിൻ്റെ നിശ്ചയം വേറെയായിരുന്നു. സന്തോഷത്തോടെ ഞാൻ ആ വഴിയിലൂടെ പോയി. അപ്പോൾ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഈ കേൾക്കപ്പെട്ട കാര്യങ്ങളിലൊക്കെ വളരെ ഗൗരവമായ കാര്യങ്ങളുണ്ട്. ആ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം മരുഭൂമിയിൽ അവസാനിപ്പിക്കേണ്ടതല്ല, അത് വാഗ്ദത്ത ഭൂമിയിലാണ് അവസാനിക്കേണ്ടത്. പാലും തേനും നമ്മൾ അനുഭവിക്കേണ്ടതുണ്ട്. അവിടെയുള്ള ജാതികളെ കാൽക്കീഴിൽ കൊണ്ടുവന്ന് നമ്മുടെ ജീവിതം മരുഭൂമിയിൽ അവസാനിക്കേണ്ടതല്ല, വാഗ്ദത്ത ഭൂമി പിടിച്ചടക്കി അവിടുത്തെ അനുഭവങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ട് ആ കരുത്തോടും ബലത്തോടും കൂടിയാണ് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടേണ്ടത്, അല്ലെങ്കിൽ കാഹളം ധ്വനിച്ച് ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടേണ്ടത്. ആ ഒരു തിരിച്ചറിവിൽ നമുക്ക് നമ്മുടെ ഇന്നത്തെ കൂടിവരവ് അവസാനിപ്പിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.